വായിച്ച തിരുവെഴുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ പരുവത്തിൽ നിൽക്കട്ടെ, ഇനിയൊന്നും ചെയ്യരുത്. ഇത് മതി. ഇനിയും കൂട്ടുകയും ചെയ്യേണ്ട, കുറയ്ക്കുകയും ചെയ്യേണ്ട. പരുവത്തിൽ നിൽക്കട്ടെ. പരുവക്കേടാ. അടുത്ത വാക്യം വായിച്ചു. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം, ഇത് ലവോദിക്യ സഭയോട് പറയുന്ന ദൂത. അപ്പോൾ ആ ലവോദിക്യ സഭ പ്രധാനമായിട്ട് എന്തിനെയൊക്കെ ജയിക്കണം? ആ ഭാഗത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ 3 വിഷയങ്ങൾ ലവോദിക്യ സഭ ജയിക്കണം. നമ്മോട് ബന്ധപ്പെട്ട് ലവോദിക്യ സഭ മാത്രമല്ല, ലോകത്തിലുള്ള സകല ദൈവസഭകളും ഈ 3 വിഷയത്തെ വിശേഷമായിട്ട് ജയിക്കണം. അതായത് ഇന്ന് രാത്രി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അവിടെ വായിക്കുന്നത് ജയിക്കുന്നവന് 21-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ലോകത്തെ പരിത്യജിക്കണം, ദോഷം വിട്ടകന്നു നീങ്ങണം. ലോകത്തെ പരിത്യജിക്കണം, ദോഷം വിട്ടകന്നു നീങ്ങണം. അന്ധകാര ശക്തിയോട് എതിർത്തു നാം ജയിക്കണം. അന്തരംഗമാത്മശക്തിയാൽ വിശുദ്ധമാകണം. അന്ത്യകാലം വന്നടുത്തു പോ, അന്ത്യദൂതു കേൾക്കുന്നിതാ. അന്ത്യകാലം വന്നടുത്തു പോ, അന്ത്യദൂതു കേൾക്കുന്നിതാ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ. ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവു ജേതാവായി നിന്നിലില്ലയോ, നിന്റെ രാജാവു ജേതാവായി. രാജാവു ജേതാവായി നിന്നിലില്ലയോ, നിന്റെ രാജാവു ജേതാവായി നിന്നിലില്ലയോ. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരേറ്റ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-21 തിരുവെടുത്താണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ മൊത്തം 66 പുസ്തകം. അതിലെ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ താരതമ്യ പഠനം നടത്തിയാൽ ഉൽപ്പത്തി എല്ലാത്തിൻ്റെയും ആരംഭമാണ്, വെളിപ്പാട് പുസ്തകം പലതിൻ്റെയും അവസാനവും. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ആദ്യത്തെ വിവാഹം അത് ഉൽപ്പത്തി പുസ്തകത്തില്ല. മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടെന്ന. ഇപ്പം കൊച്ചുങ്ങളെല്ലാം അവർ കണ്ടേച്ചിരിക്കുക നന്നല്ലെന്ന്. കല്യാണം കഴിക്കുന്നത് നന്നല്ലെന്ന് അവർ കണ്ടേച്ചിരിക്കുക. പല രാജ്യങ്ങളിലൊക്കെ ഇപ്പം കല്യാണം വേണ്ടെന്നാ പറയാൻ. ആയി 55 ഇനി എന്ന് കേട്ടാനാ നീയെ? പിതാക്കന്മാരുടെ കാലമാണെങ്കിൽ 930 980
969, 930, 910, 800 ചില്ലുവാനൊക്കെ. അങ്ങനെ തന്നെ പിന്നെ 55 കഴിഞ്ഞാലും വലിയ കുഴപ്പം ഇല്ല. ഇപ്പോഴൊക്കെ പെട്ടെന്ന് ആൾ പോകുന്നത്. മിക്കതും 45, 50, 60 താഴെയാണ്. അതുകൊണ്ട് നീ പെട്ടെന്ന് കല്യാണം കഴിക്കണം, അതായി പറഞ്ഞത്. എന്നും ഈ ബുള്ളറ്റെ പായാനൊക്കുകയില്ല. അസ്ഥിക്ക് തേയ്മാനം വരും, നിൻ്റെ പ്രസരിപ്പും ചാട്ടവും എല്ലാം പരുവക്കേടാകും. ഇപ്പം അത്ര പറയുന്നു. അപ്പം മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ഇപ്പം ഈ അന്ത്യകാലത്ത് വന്നപ്പോൾ കൊച്ചുങ്ങളെല്ലാം കാണുകയാണ് സ്തോത്രം ഒന്നിച്ചിരിക്കുന്നത് നന്നല്ല. ഒറ്റയ്ക്ക് ഒരുവനേക്കാൾ ഇരുവരാ നല്ലത്. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, ഒരുവനേക്കാൾ ഇരുവര് നല്ലത്. അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ കുഴി വീണ മറ്റവൻ എഴുന്നേൽപ്പിക്കും. ആട്ടെ, എൻ്റെ വിഷയം അതല്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം സകലത്തിൻ്റെയും ആരംഭമാണ്. അപ്പോൾ ആദ്യത്തെ വിവാഹം നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. മോൻ കല്യാണം കഴിച്ചില്ലല്ലോ. സമയമാകുമ്പോൾ അതെല്ലാം നടക്കണം അല്ലേ എന്ന് ഇങ്ങനെ വായിച്ചും കൊട്ടിയും നടന്നാൽ ഒന്നും നോക്കുകയല്ല. അപ്പോൾ ആദ്യ വിവാഹം ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അപ്പോൾ തന്നെ ഒടുവിലത്തെ വിവാഹവും ഉൽപ്പത്തി പുസ്തകത്തിലാണ്. കുഞ്ഞാട്ടിൻ്റെ കല്യാണം. 19-ാം അധ്യായത്തിൻ്റെ 7-8 തിരുവെടുത്ത് നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും മോളൊന്ന് വായിച്ചോ. വെളിപ്പാട് പുസ്തകം 19-ന്റെ 7-8 തിരുവെടുത്ത് പെട്ടെന്ന് വായിച്ചോ. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം. സ്തോത്രം. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാമവർക്ക്. മതി തെറ്റിച്ചാ പാടുന്നേ. മിക്കവാറും കല്യാണം നടക്കും. ഇങ്ങനെ വാടിയും പോവുകയാണെങ്കിൽ മിക്കവാറും താമസിക്കാതെ കല്യാണം നടക്കും. അതെ, ഉൽപ്പത്തി പുസ്തകം എല്ലാത്തിൻ്റെ ആരംഭവും വെളിപ്പാട് പുസ്തകം പലതിൻ്റെയും അവസാനമാണ്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത് മരണം പ്രവേശിച്ചു. 3-ാം അധ്യായത്തിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോഴുള്ള മരണം. 4-ാം അധ്യായത്തിൽ ശാരീരിക മരണം, കയീൻ ഹാബേലിനെ കൊന്നു. ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ മരണത്തിൻ്റെ നീണ്ട പട്ടികയാണ്. ആദാം മരിച്ചു, ഷേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേനാൻ മരിച്ചു, മഹലലേൽ മരിച്ചു, യാരദ് മരിച്ചു, മധൂശലേക്ക് മരിച്ചു, ലാമക്ക് മരിച്ചു, നോഹ മരിച്ചു. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം പ്രവേശിച്ചു. എന്നാൽ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇനി മരണം ഉണ്ടാകുകയല്ലെന്ന. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ കഷ്ടതയും മുറവിളിയൊക്കെയാ. വെളിപ്പാട് വന്നു പറഞ്ഞു ഇനി കഷ്ടതയും മുറവിളി ഇനി ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ദൈവം ശപിച്ചു. വിലക്കപ്പെട്ട കനി വഞ്ചകനാകുന്ന പിശാചിനാൽ ചതിക്കപ്പെട്ട്, വശീകരിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട് ഫലം പറിച്ച് തള്ള ആദ്യം തിന്നത് ഇല്ലയോ? ആരാ അമ്മ ആദ്യം തിന്നേ? അതാ എനിക്ക് അവരോട് താല്പര്യം. അവർ തിന്നേച്ചാന്തേലും പുള്ളിക്കും കൊണ്ട് കൊടുത്തല്ലോ. അല്ല തന്നെ തിന്നങ്ങ് കാട്ടിക്കൂടെ പോവുമല്ലായിരുന്നു. 3-ന്റെ 6 വായിച്ചോ മോളെ.
ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു. ഫലം പറിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു. അതാ അള്ള തന്നെ ഇതെല്ലാം ചെയ്തത്. മരത്തെ കയറി പറിച്ചതാണോ അതോ തോട്ടിക്കൊണ്ട്? എഴുതിയിട്ടില്ല. മിക്കവാറും തള്ള വലിഞ്ഞു കയറാനാ സാധ്യത. അപ്പൊ എന്തായാലും വിലക്കപ്പെട്ട കനി പറിച്ച് തിന്നു. പിന്നെ ഫലം പറിച്ച് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. തിന്നേച്ചല്ലേ കൊടുത്തേ? ഒന്നുകൂടെ വായിക്കേ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു. അപ്പൊ ആദ്യം കഴിച്ചത് അമ്മയാ. അത് കഴിഞ്ഞ് അച്ചായനും കൊണ്ട് കൊടുത്തു. പുള്ളിയും എനിക്ക് വന്ന മര്യാദക്കാരനാ. ഉടക്കിയില്ലല്ലോ. നീ എന്തിനാ ആദ്യം കഴിച്ചെന്നൊന്നും ചോദിച്ചില്ല. അടുത്ത വാക്യം. അവനും തിന്നു. ഈ കുടുംബജീവിതം നന്നായി പോകണമെങ്കിൽ അങ്ങനെ ഒക്കുകയുള്ളൂ. ആദ്യം കഴിച്ചാൽ കൊണ്ട് തരുന്നെങ്കിലും സ്തോത്രം പറഞ്ഞങ്ങ് കഴിച്ചോണം. നീ എന്തിനാടി ആദ്യം കഴിച്ചോന്ന് ചോദിച്ചാൽ നാളെ നിനക്ക് അതും കിട്ടുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് കാലം പോലല്ല. പെണ്ണുങ്ങൾക്കെല്ലാം നല്ല മൂച്ച തന്നെയല്ല. ഇപ്പം അവർക്ക് ആ സംവരണം. കാശ് അതുങ്ങളുടെ ഇല്ല. അയൽക്കൂട്ടത്തിൽ പോയി കാശ് അവരുടെ ഇല്ല. അതില്ലേ നീ വെള്ളറടയ്ക്ക് പോകാൻ പറഞ്ഞത് അങ്ങമ്മേ 10 രൂപ ഞാൻ നിന്ന്. കാരണം അവർ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്ത് കാശ് അതുങ്ങളുടെ കയ്യിലുണ്ട് ഇല്ലേ? മിണ്ടുകയല്ല. ഉണ്ടെന്ന് അതുങ്ങളുടെ കയ്യിലാണ് കാശ്. യോഗത്തിന് ആ മുന്നിക്ക് വന്നപ്പോഴും പറഞ്ഞു, എടി സ്വോത്രകാഴ്ചയ്ക്ക് 10 രൂപ അത് മേടിച്ചാൽ നീ യോയിക്കുട്ടി വന്ന് ഈ പമ്മിയിരിക്കുന്നത്. അപ്പം അവരുടെ കയ്യിലാണ് കാശ്. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും മര്യാദയ്ക്കുമൊക്കെ അവരുടെ ഇടപെട്ട കഞ്ഞി കുടിച്ച് നിനക്ക് ജീവിക്കാം. മുന്നോട്ട് പോരും. അവിടെ നിന്ന് കറങ്ങണ്ടേ? മുന്നോട്ട് പോരും. അപ്പം ശ്രദ്ധിക്കുക. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അവനും മര്യാദക്കാൻ ഉടക്കുണ്ടാക്കാതെ അവനും തിന്നു. ഇരുവരുടെയും കണ്ണു തുറന്നു. എന്തിനേറെ യഹോവയായ ദൈവം വെയിലറിയപ്പോൾ തോട്ടത്തിൽ കൂടെ നടക്കുന്ന ഒച്ച കേട്ടു. ചായനും കൊച്ചമ്മയും ഓടി ഒളിച്ച് മരത്തിന് മറഞ്ഞെന്നൊക്കെയാ. ദൈവം വിളിച്ചു, ആദമേ നീ എവിടെ? ആദ്യം പാത്തിരുന്ന് മറുപടി പറഞ്ഞു, ഇവിടെ ഉണ്ടേന്ന് പറഞ്ഞു. അപ്പം എഴുതിയിട്ടില്ലെങ്കിലും ദൈവം ചോദിച്ചു, എന്നെ ഇപ്പം വെട്ടത്ത് വരാതെ? വെട്ടത്ത് വരാനൊക്കത്തില്ല, പരുവക്കേടായി എന്ന് പറഞ്ഞു. ആ ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അണ്ട് ഞാൻ വിളിച്ച കാര്യമൊക്കെ ചോദിച്ചു. ആദ്യം വിലക്കപ്പെട്ട കനി ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞത്, ഭുജിക്കരുതെന്ന് പറഞ്ഞത് നിങ്ങൾ ഭുജിച്ചോ? അപ്പം ഈ ചായം പറഞ്ഞു, ഞാനിവിടെ ഒറ്റയ്ക്ക് പാടിയും പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. നീ ഒപ്പിച്ച വിനയായി തള്ളെ തന്നതാ. അന്ന് മുതൽ പ്രശ്നമാ. നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു. അങ്ങനല്ലേ മോളെ എഴുതിയേക്കുന്നത്? അവരുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ എഴുതി വെച്ചേക്കാന്ന് തോന്നുന്നു. വായിച്ചേ. അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ. അതാ. നീ ഇതെല്ലാം പറിച്ച് തിന്നോന്ന് ചോദിച്ചപ്പോൾ ഇവൻ തിന്നെന്നോ തിന്നില്ലെന്നോ അല്ലെ അബദ്ധം പറ്റിയെന്നോ എന്നല്ല പറഞ്ഞത്. ഒന്ന് ദൈവത്തിനെ പഴിവെക്കുക. നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ വൃക്ഷഫലം തന്നു. സ്ത്രീ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ മോളെ. അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പാപം ചെയ്ത് കഴിഞ്ഞപ്പം ദൈവം തമ്പുരാൻ വന്ന് ചോദിച്ചപ്പോൾ ഈ പഴിചാരിയാ വർത്താനം പറയുന്നത്. തന്റെ മുൻപിൽ കൂടെ, ആദമിന്റെ മുൻപിൽ കൂടെ സകല ജീവജാലങ്ങളെയും ദൈവം കടത്തിവിട്ടു. ആദാം ഇട്ടത് അവയ്ക്ക് പേരായി. അങ്ങനെ
എന്നിട്ട് ഹവ്വായെ സൃഷ്ടിച്ച് വാമഭാഗത്ത് നിർത്തി. അപ്പോൾ ഈ സ്ത്രീയെന്നോ നീ തന്നെ ഈ സ്ത്രീയെന്നൊന്നും അല്ല പറഞ്ഞത്, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ അങ്ങനെ വിളിച്ച പുള്ളിയായി. ഇപ്പം നേരെ തിരിഞ്ഞു. വായിച്ച മോളെ 23:2-23. അപ്പോൾ മനുഷ്യൻ ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി. അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരിയിൽ നിന്ന്. അപ്പൊ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്ന, എന്റെ ഭാഷയിൽ പറയാ കീർവാണം പറഞ്ഞ കറിയാച്ചൻ പരുവക്കേടായപ്പോൾ നേരെ പഴിചാരി. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. നീ തന്നെ ഇതിനെല്ലാം കാരണക്കാരൻ. ഈ സ്ത്രീയെ നീ തന്നതുകൊണ്ടാണ് ഞാനും വെട്ടിനകത്തായെന്ന്. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്ത്രീയോട് ചോദിച്ചു, അല്ല ഞാൻ വിവരിക്കുന്ന നമ്മുടെ വിഷയം അതല്ല. സ്ത്രീയോട് ചോദിച്ചു. സ്ത്രീയോട് എന്താ ചോദിച്ചേ? ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുക അല്ലെന്ന് 3-ാം അധ്യായത്തിലെ അത് വിട്ട് നമ്മള്. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു. അവളും അങ്ങോട്ട് വഴിയായി പാമ്പിന്. ഞാൻ തിന്നുപോയെന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും. നിങ്ങൾ ശ്രദ്ധിച്ചേ, പാമ്പിനോട് ചോദിച്ചില്ലല്ലോ നീ എന്തിനാടാ ഇത് പറിച്ചു കൊടുക്കാൻ സൂത്രം ഉപയോഗിച്ച് അവരെ ചതിച്ചെന്നൊന്നും പാമ്പിനോട് നേരെ ശാപമായിരുന്നു. മറ്റവരോട് 2 പേരോടും ദൈവം ചോദിച്ചു. ആട്ടെ, ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. കർത്താവിന് മഹത്വം. ശാപം കൊടുത്തു. പാമ്പിനോട് പറഞ്ഞു നീ ഉരസുകൊണ്ട് ഗമിക്കും. അല്ലയോ? വായിച്ചേ മോളെ. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും വെച്ച് എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. ശാപം. പിന്നെ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും പൊടി തിന്നും. ആയുഷ്കാലം മുഴുവൻ പൊടി തിന്നും. പിന്നെ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും. അതെ, വായിക്കാൻ നേരമില്ല, സമയത്തെയും ഭയപ്പെടുന്നത് കൊണ്ട് പാമ്പിനെ ശപിച്ചു. സ്ത്രീയോടും പുരുഷരോടും ഒക്കെ ശാപവാക്കുകൾ കൊടുത്തു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ ശാപം മനുഷ്യവർഗത്തിനും ഭൂമിയിലേക്കുണ്ടായി. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്ന. എന്നാൽ വെളിപ്പാട് പുസ്തകം വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഇനിയൊരു ശാപം ഉണ്ടാകുകയില്ല, സകല ശാപങ്ങളും മാറ്റും. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പലതിൻ്റെ ആരംഭം, വെളിപ്പാട് പുസ്തകം പലതിൻ്റെയും അവസാനമാണ്. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, തോട്ടത്തിൽ നിന്ന് ഇതുങ്ങളെ വെളിയിലാക്കി മിന്നുന്ന ജ്വാലയുള്ള വാളുമായിട്ട് കെറൂബുകളെ അവിടെ കാവലും ഏർപ്പെടുത്തി. സ്തോത്രം. എന്നാൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം പഠിക്കുമ്പോൾ ആ തോട്ടത്തിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. സ്തോത്രം. 22-ാം അധ്യായം പഠിക്കുമ്പോൾ ആ ശ്രേഷ്ഠമേറിയ തോട്ടം, ഇവർക്ക് ജീവന്റെ വൃക്ഷത്തിൽ ആമൻ കൈ നീട്ടി ഫലം പറിച്ച് തിന്നാതിരിക്കാനാ വെളിവിട്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല. അപ്പോൾ വെളിപ്പാട് പുസ്തകം എല്ലാത്തിൻ്റെ അവസാനത്തിൻ്റെ പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 22 അധ്യായങ്ങളുണ്ട്. ഈ പുസ്തകത്തിന് വേറൊരു പേര് ഏടുകളുടെ പുസ്തകമെന്ന. ഏടുകളുടെ പുസ്തകം. ധാരാളം ഏടുകളെ പറ്റി നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. 7 നിലവിളക്ക്, 7 നക്ഷത്രങ്ങൾ, 7 സഭകൾ, 7 ആത്മാക്കൾ, 7 ദീപങ്ങൾ, 7 തലകൾ, 7 മലകൾ, 7 കണ്ണുകൾ, ഇങ്ങനെ ധാരാളം ഏടുകളുടെ പട്ടിക ഈ വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ഏതാണ്ട് 10-18 പരം ഏടുകൾ എന്നുള്ള കണക്കുണ്ട്. അപ്പോൾ ഇതിനെ ഏടുകളുടെ പുസ്തകം എന്ന് വേദപണ്ഡിതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഈ വെളിപ്പാട് പുസ്തകം ഇത് ആരുടെ വെളിപ്പാടാണെന്ന് 1-ാം വാക്യത്തിലുണ്ട്. ആരുടെ വെളിപ്പാടാ? വായിച്ചേ മോളെ, 1-ാം വാക്യം. 1:1 യോടി. ആദിമുതലുള്ളതും എന്തുവാ അത്? യോഹന്നാന്റെ ലേഖനമാണ് വായിച്ച മോള്. വെളിപ്പാട് 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് മതി. അപ്പൊ ഇത് ആരുടെ വെളിപ്പാടാ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്.
വേഗത്തിൽ തന്നെ ദാസന്മാരെ കാണിക്കുവാൻ അത് ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുത്തു. അതാണ് വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ആട്ടെ, 22 അധ്യായങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. ഓരോ അധ്യായത്തിലും പ്രധാനപ്പെട്ട ഓരോരോ വിഷയങ്ങൾ നാം പഠിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. 2-3 അധ്യായത്തിൽ 7 സഭകൾക്കുള്ള ദൂത് അല്ലെങ്കിൽ സഭകളുടെ വെളിപ്പാടാണ്. 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. 5-ാം അധ്യായത്തിൽ ആമേൻ ഒരു പുസ്തകം കാണുന്നു. ആ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിച്ച് പുസ്തകം തുറക്കുന്നു. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഭൂമിയുടെ വീണ്ടെടുപ്പ്. 6-ാം അധ്യായത്തിൽ മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുദ്രയിൽ 6 മുദ്ര 6-ാം അധ്യായത്തിൽ പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുദ്രിതന്മാരാകുന്ന ചിലരെ ദർശിക്കുന്നു. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുന്നതായിട്ട് നാം പഠിക്കുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അഴിച്ചുവിടുന്നു. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് കാണുന്നു. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. 12-ാം അധ്യായത്തിൽ സൂര്യധാരണിയായ ഒരു സ്ത്രീയെ കാണുന്നു, ഗർഭവതിയായ ഒരു സ്ത്രീയെ. ആ സ്ത്രീ പ്രസവിക്കുന്നു, കുട്ടി എടുക്കപ്പെടുന്നു, പാമ്പ് വരുന്നു. ഇതൊക്കെയാണ് 12. 13-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേരെ ദർശിക്കുന്നു. 15-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും ആമേ കുഞ്ഞാടിന്റെ പാട്ടുമൊക്കെ പാടി വീണ പിടിച്ചു വൈണികന്മാർ പളുങ്ങുന്നതിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായത്തിൽ 7 ക്രോധ കലശങ്ങൾ ഈ ഭൂമിയിലേക്ക് കൊണ്ട് ഒഴിക്കുന്നു. 17-ാം അധ്യായത്തിൽ മർമ്മം മഗതിയാം ബാബിലോൺ, ഒറ്റ വാക്കി പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. 18-ാം അധ്യായത്തിൽ വാണിജ്യ ബാബിലോണിന്റെ അധപതനം, 1 മണിക്കൂർ കൊണ്ട് കത്തി ചാമ്പലാകുന്ന ഭീകരമായ കാഴ്ച. 19-ാം അധ്യായം മുമ്പേ വായിച്ചല്ലോ, കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. 21-ാം അധ്യായം പഠിക്കുമ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പുതിയ യെരൂശലേം, ഭർത്താവിനായിട്ട് അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് തേജസ്സുള്ളതായി ഇറങ്ങി വരുന്ന മനോഹര കാഴ്ച. അതാണ് 21. ഒറ്റ വാക്കി പറയാം, 22-ാം അധ്യായം നിത്യതയാണ്. നിത്യകാലം മുഴുവൻ പുത്തൻ പുതുപൂവിൽ, നിത്യകാലം മുഴുവൻ പുത്തൻ പുതുപൂവിൽ സത്യമണവാളൻ തൻ്റെ കാന്തയായ അമ്മൻ, സത്യമണവാളൻ തൻ്റെ കാന്തയായ. എഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, മൃതഗണം അവരുമായി ആകാശ കയറി. ഞാൻ ഇന്നലെയും ഇന്നലെയല്ലേ എല്ലായിടത്തും പറയും, മോനോട് പണക്കം ഉണ്ടായിട്ടില്ല. ഈ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ശബ്ദം വീണ് നിൽക്കണം, ഇതിൻ്റെ എല്ലാം ശബ്ദം താഴെ വരാവുള്ളൂ. ഇവർക്ക് ഞാൻ വായിക്കാൻ അവസരം കൊടുക്കുമ്പോൾ അവരുടെ ശബ്ദം മേളിൽ നിൽക്കട്ടെ. പാട്ട് പാടുമ്പോൾ ഇതിൻ്റെ എല്ലാം ശബ്ദം താഴെ, ഇത് മേളിൽ നിൽക്കണം. മുമ്പേ മോള് നല്ല പാട്ടാണ് പാടിയത്, പക്ഷേ തിരിയുന്നില്ല. കാരണം ഇതിൻ്റെ എല്ലാം ശബ്ദമാണ് അതിൻ്റെ മേളിൽ നിൽക്കുന്നത്. അപ്പം നല്ല പാട്ടാണ് പാടിയത്, അപ്പം അത് തിരിയണം. പാട്ട് മനസ്സിലാക്കണം, എന്തോ ആയി പാടി ഒപ്പിക്കുന്നെന്ന്. പാട്ടിനകത്തും ദൂതുണ്ട്, പാട്ടിനകത്തുകൂടെ ദൈവം ഇടപെടും. അപ്പം അത് പണങ്ങാനല്ല പറഞ്ഞത്, അനേക ഇടങ്ങളിൽ ഇങ്ങനെ അതിൻ്റെ ഇണക്കിങ്ങനെ വെച്ചിരിക്കുന്നത്. എന്തോ ചെയ്യാന്. എഴിടികൾ മുഴങ്ങി നിങ്ങൾ കൊട്ടാതെ ഇരിക്കരുത്, വായിക്കാതെ ഇരിക്കരുത്, ഞാനിത് പറഞ്ഞെന്ന് ഓർത്ത്. എന്നാൽ താൻ തന്നെ അങ്ങ് പാടിക്കൂ എന്ന് പറയരുത്, നമ്മൾ ധാരണയില്ല. എഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, മൃതഗണം അവരുമായി ആകാശ കയറി. അന്നു 2 നരന്മാർ വയലിൽ വേലക്കിരിക്കും, അന്നു 2 നരന്മാർ വയലിൽ വേലക്കിരിക്കും. 1 ദൂതനെടുക്കും തോഴനെ കൈവടിയും, അമ്മേൻ 1 ദൂതനെടുക്കും തോഴനെ കൈവടിയും.
ആ തിരികല്ലിൽ പൊടിക്കും ഇരുനാരി ജനങ്ങൾ, തിരികല്ലിൽ പൊടിക്കും ഇരുനാരി ജനങ്ങൾ. ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും, ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും. സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ. ആ കോഴി കൂകും നേരത്തോ ഉഷസിൽ വരുമോ, അമ്മൻ കോഴി കൂകും നേരത്തോ. ആ ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും, ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും. ഓ തള്ളുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ, ആമേൻ തള്ളുമോ വലിയ പ്രത്യാശ. ഓ ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും, ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും. തള്ളുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ, ആമേൻ തള്ളുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ. ആ തിരികല്ലിൽ പൊട്ടിക്കും ഇരുനാരി ജനങ്ങൾ, തിരികല്ലിൽ പൊട്ടിക്കും ഇരുനാരി ജനങ്ങൾ. ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും, ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ പാട്ട് പാടുമ്പോൾ ഈ പരുവത്തിന് പോകണം. ഇപ്പം മോനും പിടി കിട്ടിയല്ലോ, ഇനി മോൻ എവിടെയെങ്കിലും ചെന്നാലും ഇങ്ങനെ ചെയ്യാവുള്ളൂ. അവർ പറയും കൂട്ടിക്കോ കൂട്ടിക്കോ എന്ന് പറയും. കൂട്ടരുത്, ഒരു കാരണവശാലും കൂട്ടരുത്. പാട്ട് പാടുമ്പോൾ പാട്ട് കഴിഞ്ഞ് ഇവർക്ക് വായിക്കാൻ അവസരം കൊടുക്കുമ്പോൾ അത് കൂട്ടണം. അപ്പോൾ അവരും അതിൻ്റെ അതിലേ നല്ലത് അല്ലേ. കാരണം പുസ്തകത്തിലെ വാക്യം അങ്ങനെ, സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ അതിൻ്റെ പിൻപിൽ. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ തന്നെ അങ്ങോട്ട് പോട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തന്നെയല്ല, നിങ്ങളെ അഭിനന്ദിക്കുന്ന എല്ലാവരും യോഗ്യമായ വസ്ത്രമൊക്കെ ധരിച്ചായിരിക്കുന്ന, വെള്ള വസ്ത്രം നന്നായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മോനും എല്ലാം നന്നായിരിക്കുന്നു കേട്ടോ. ഇങ്ങനെ വേണം. കടുവാകളിക്ക് വരുമ്പോൾ ആ യോഗത്തിന് വന്നിരിക്കുന്നത് എന്നാ ചെയ്യാനാ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏഴുകളുടെ പുസ്തകം ഓരോ അധ്യായത്തിലും പ്രധാനപ്പെട്ട ഓരോ വിഷയം. അത് മുൻപോട്ട് പോകാം. നമ്മൾ 1-ാം അധ്യായത്തിലെ കാര്യങ്ങൾ ഓർപ്പിച്ചല്ലോ. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് 1-ാം അധ്യായത്തിൽ ദർശിക്കുന്നത്. കർത്താവിൻ്റെ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ നാടുകടത്തപ്പെട്ടു. 2 കാരണത്താൽ നാടുകടത്തപ്പെട്ടു എന്ന് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ആ 9-ാം വാക്യം വായിച്ചാട്ടെ മോളെ. 1:9. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം ദ്വീപിലായിരുന്നു. 2 കാര്യത്താൽ നാടുകടത്തപ്പെട്ടു. ഒന്ന്, ആമേൻ, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും വചനവും നിമിത്തം. സ്തോത്രം. ഈ 2 കാര്യത്താലാണ് യോഹന്നാനെ ആമൻ ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു. യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം. ഈ 2 കാര്യത്താലാണ് നാട് കടത്തപ്പെട്ടത്. ഒന്ന് ദൈവവചനം, 2 യേശുവിന്റെ സാക്ഷ്യം. യേശുവിനെ സാക്ഷിക്കുന്നു, യേശുവിനെ ഉയർത്തുന്നു, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതാ തന്നെ നാട് കടത്താൻ ഒരു കാര്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, എവിടെയും പറയാൻ കൊള്ളാമെന്ന ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമമാണ്. ഏത് സദസ്സിലും, ഏത് ദേശത്തും, ഏത് സ്ഥലത്തും, ഏത് ഭവനത്തിലും, ഏത് വ്യക്തിയോടും, അത് ഉന്നതനാകട്ടെ, കുചേലനോ കുബേരനോ പണ്ഡിതനോ പാമരനോ ധനവാനോ ദരിദ്രനോ മിടുക്കനോ മിടുക്ക് കുറഞ്ഞവനോ ജ്ഞാനിയോ അജ്ഞാനിയോ ആരുമാകട്ടെ, ആരോടും എവിടെയും ഏത് സമയത്തും പറയാൻ കഴിവുള്ള ഒരേ ഒരു നാമം, ശ്രേഷ്ഠതയുള്ള ഒരേ ഒരു നാമം, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം.
കാരണം ഈ നാമത്തിന്റെ പ്രത്യേകത എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മനുഷ്യവർഗത്തിന് രക്ഷയുണ്ട്. ഈ നാമം എവിടൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം വിടുതലുണ്ടായിട്ടുണ്ട്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ ും നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവ നാമമത്. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവ നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന അത് യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പൊ എവിടെയും ഉയർത്തുവാൻ ഘോഷിപ്പാൻ പറ്റുന്ന ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ആ യേശുക്രിസ്തുവിന്റെ നാമത്താൽ യേശുവിനെ സാക്ഷിച്ചു. രണ്ട് ദൈവവചന നിമിത്തം. അങ്ങനല്ലേ മോളെ? യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം. യോഹന്നാൻ എന്ന ഞാന് ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം. ദൈവവചനം. ഈ ദൈവവചനം നിമിത്തം നാട് കടത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിയായ ദൈവവചനം സംസാരിച്ച പ്രശ്നം ഉണ്ടാകും. ഇല്ലേ? സഭയ്ക്കകത്തുണ്ടാകുമല്ലോ. പിന്നല്ലേ വെളിയിലത്തെ കാര്യം. ഞായറാഴ്ച ശരിക്കും ഉപദേശം പറഞ്ഞ് അന്നേരം ഇടയും സെക്രട്ടറി വന്ന് പറയും, പാസ്റ്റർ കുഴപ്പമില്ലെന്നാൽ ഇങ്ങനൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. പാസ്റ്റർ പറയും എന്നെ ഏൽപ്പിച്ച കാര്യം പറ. അങ്ങനെയാന്നേ അധിക നാളിവിടെ പ്രശ്നമല്ലേ. ഇന്ന് തന്നെ സെൻട്രൽ പാസ്റ്ററോട് വിവരങ്ങൾ അറിയിക്കും. ഒക്കുന്നെങ്കിൽ ഇവിടുന്ന് മിക്കവാറും തലമാറ്റം തരും. കേരളത്തിൽ ഇനി നിർത്തുവന്ന് തോന്നുകയല്ല, നിർത്തുവന്ന് ചിന്തിക്കണ്ട. മിക്കവാറും ഉസലാം പെട്ടി കടിക്കാൻ സാധ്യത അവിടെ ഉണ്ട്. ആണ്ടിപ്പെട്ടി, അത്തിപ്പെട്ടി, ഉസലാം പെട്ടി മിക്കവാറും പെട്ടിക്കകത്ത്, ഒടുവി പെട്ടിക്കകത്താക്കും. അതാ ശരിക്കും ദൈവവചനം പറഞ്ഞാൽ സഭയിൽ തന്നെ പ്രശ്നം ഉണ്ടാകും. ചെല്ലുമെന്ന് പറയും, പാസ്റ്റർ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി സഭ വരികയല്ല, നിൽക്കുകയല്ല. സ്തോത്രം. ചിലടത്ത് പാസ്റ്റർമാരുടെ ഭാര്യമാർ പറയും, നിങ്ങളിതൊന്നും പറയുമൊന്നും വേണ്ട, നിങ്ങൾ ഇമ്മ ഇതെല്ലാം പറഞ്ഞേച്ച് അവസാനം പിന്നെ കെട്ടും ഇതെല്ലാം എടുത്തോണ്ട് ഞങ്ങൾക്ക് സ്ഥലം മാറി. നിങ്ങളോട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 23-ാം സങ്കീർത്തനമോ 84-ാം സങ്കീർത്തനം ഒക്കെ പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ പറയും. നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അല്ല, സഹോദരിമാരുടെയും കുഴപ്പമില്ല, ഇതിനെ കെട്ടിപ്പറക്കി പോകണ്ടേ? ഒരു വർഷത്തിൽ 3 തലമാറ്റമാണെങ്കിൽ. അപ്പം അതുകൊണ്ട് അതുങ്ങളും പറയും, ഒന്നും വേണ്ട, ഇതിനൊക്കെ എങ്ങനെയും ആട്ടണം. അപ്പം ശരിയായ നിലയിൽ ഉപദേശം ദൈവവചനം പറഞ്ഞാൽ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാകും, വെളിയിലും പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി മുഴുവനൊന്ന് പഠിച്ചേ. ശരിയായിട്ട് അവർ കർക്കശമായി തീർത്ത് കാര്യം പറഞ്ഞെടുത്ത് മുഴുവൻ പ്രശ്നമാണ്. ഏറുകൊണ്ട് ഊപ്പാട് വരുമായിരുന്നു.
പട്ടിയെ തല്ലുന്നത് പോലിട്ട് തല്ലുക. എന്തെല്ലാം പ്രശ്നങ്ങളാ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, നമ്മളാരും ഇപ്പോൾ ശരിക്കും പറയുന്നില്ലെന്നുള്ളതാ എൻ്റെ പരമാർത്ഥം. പിന്നെ ചിലർ ഇച്ചിരിയൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ എല്ലാം അവർ അനുഭവിക്കുന്നുമുണ്ട്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം നീ ഇവിടെ തീർത്ത് പറഞ്ഞാൽ, ഇവിടെ പീഡകളും ഒറ്റപ്പെടലും പോരാട്ടങ്ങളും വൈതരണികളും ആക്ഷേപങ്ങളും അപമാനങ്ങളും, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി വരും. പക്ഷേ അങ്ങ് ചെല്ലുമ്പോൾ കർത്താവ് പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. സ്തോത്രം. പിന്നൊരു കാര്യമുണ്ട്, അങ്ങോട്ട് പോകുന്നില്ലല്ലോ പലരും. അതുകൊണ്ട് പിന്നെ ഒരു പരുവത്തിന് പോകുന്നതായിരിക്കും. അങ്ങ് പോകാനാ ഉദ്ദേശമെങ്കിൽ തീർത്ത് കാര്യം പറയണം. ഇവിടെ ചിലപ്പോൾ കൈ തരികയില്ല, ഗോത്രകാഴ്ച തന്നെന്ന് വരികയില്ല, മിണ്ടിയെന്ന് വരികയില്ല. ആശീർവാദത്തിന് മുന്നേ ആള് ഇവിടുന്ന് കടക്കും. നമ്മളെ കാണുമ്പം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും, റോഡിൻ്റെ അങ്ങോട്ട്. നമ്മൾ പോയി കഴിയുമ്പോൾ ന്യൂട്രല് മാലക്കണ്ണിട്ട് നോക്കും പോയോ എന്ന്. ഒത്തിരി അനുഭവങ്ങളും ഉണ്ട്, അതുകൊണ്ടായി പറയുന്നത്. സ്തോത്രം. വേണേ ഒരു 10 സ്ഥലത്ത് വിളിച്ചും പറയും, അയാളെ വിളിക്കരുത് കേട്ടോ, അയാൾ ഉമ്മ മെനകേടാന്ന് പറയും. അതിനാ അയാൾ ഉമ്മ ആവശ്യമില്ലാത്ത എല്ലാം വിളിച്ച് പറയും. സ്തോത്രം. നമുക്ക് മറ്റേ പുള്ളിയെ വിളിക്കാൻ, പുള്ളി ഇളക്കും. പിന്നെ ചുമ്മാ ഇരിക്കുന്ന കസാരയായിട്ടാ നേരെ ഉപദേശം പറയുന്നില്ലല്ലോ. ഇവിടെ 2 കാരണത്താൽ നാട് കടത്തപ്പെട്ടു. ഒന്ന്, ദൈവവചനം എന്ന് പറഞ്ഞാൽ ശരിയായ തിരുവചനം പറയണം, വേദപുസ്തകത്തിന്റെ ഉപദേശം പറയണം. ഒറ്റവാക്കി പറയാം, ഉപദേശം എന്തുവാ? നീ രക്ഷിക്കപ്പെടണം, ഞാനും നിങ്ങളും മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. അത് തീർത്ത് പറയണം. ആത്മസ്നാനം പ്രാപിക്കണം. അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിന് കുത്തകയല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അല്ല പെന്തിക്കോസുകാരെല്ലാം കൂടെ മംഗലത്തിനകത്ത് മൂടി വെച്ചിട്ട് വരുന്നവർക്കെല്ലാം എടുത്തു കൊടുക്കുക, നീ 2 മറുഭാഷ പറ. അതൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. തർക്കിക്കാനും ബാധിക്കാനും ഒന്നുമില്ല. പ്രാർത്ഥിക്ക്, ദൈവം നിന്റെ മേലും പകരും. ഇതാരുടെ കുടുംബസ്വത്തല്ലല്ലോ. പണ്ട് ഒരു ഉണർവുകാരൻ ഉപദേശിച്ച് മുമ്പോട്ട് വന്ന് പറഞ്ഞു, അവൻ അഭിഷേകം പ്രാപിക്കാത്തല്ല മുന്നോട്ട് വരാൻ. അപ്പം ഞങ്ങളുടെ ഒരു ഉപദേശം ഉണ്ട്, പുള്ളി പോയി അതിനെ പുറകിരുന്നാൽ കിട്ടാത്ത സാധനമാണോ എന്ന്. പുള്ളി അങ്ങനെ നല്ല ഒളിച്ച് വർത്താനം പറയും. വന്ന പുള്ളി ഇച്ചിരി ഇളക്കക്കാരൻ പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാത്തല്ല മുന്നോട്ട് വരാൻ. അപ്പോൾ പുള്ളി വെച്ച് എന്നെ പുറകിരുന്നാൽ തരാത്ത സാധനമാണോ എന്ന് ചോദിച്ചു. എടാ, സമർപ്പണത്തോടെ മുന്നിൽ ഇരുന്നാലും പുറകിൽ ഇരുന്നാലും അങ്ങ് റോഡ് നിന്നാലും നീ എവിടെ ഇരുന്നാലും ദൈവം നിന്റെ മേ പകരും. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വേർപാട് പാലിക്കണം, അത്യാവശ്യമാണ്. തിരുമേശ കിടക്കണം. തിരുമേശയില്ലാത്ത ആരാധനയല്ല. ചില സഭയിലൊക്കെ മാസത്തിൽ 1, ചിലയിടത്ത് വല്ലപ്പോഴും, ചിലയിടത്ത് മെയിൻ പാസ്റ്റ് വന്നെങ്കിലേ അപ്പം അതിനെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ അപ്പമാണോ? അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് കേട്ടേച്ച് പോയി. അതാ അത് അച്ഛാ അങ്ങോട്ടിരിക്കും, ഞാൻ പറയാം. ഇങ്ങോട്ട് അച്ഛാ ഇങ്ങോട്ടിരിക്കുന്നു, ഞാൻ പറയാന്ന് കേട്ടേച്ച് പോകും. അപ്പൊ യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം,
യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു മഹാദൈവം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു വരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ. കൈയടിച്ചു. ഓ നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ആമേൻ. ഉലകമായ അഴകു സമം, ആമേൻ, അതു നമ്പാതെ മയക്കും നിന്നെ. മരണം ഒരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ശരിയായ നിലയിൽ ഉപദേശങ്ങൾ പറഞ്ഞാൽ പ്രശ്നമാണ്. 2 കാര്യത്താൽ നാട് കടത്തപ്പെട്ടു. 1 ദൈവവചനം, 2 യേശുവിൻ്റെ സാക്ഷ്യം. അപ്പോൾ ദൈവവചനം നന്നായിട്ട് പറയണം. ഇത് മായമില്ലാത്ത പാലാ, ഇതിനകത്ത് മായം ഒന്നും ചേർക്കരുത്. അവസരം കിട്ടുമ്പോൾ കാര്യം അംഗീകരിക്കാതിരിക്കോ, ഗുണമാകുമോ അതൊക്കെ അവനവൻ എടുക്കേണ്ട തീരുമാനം. പക്ഷെ കാര്യം തീർത്ത് പറയണം. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. ഒറ്റ മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം. ഏക പരിശുദ്ധൻ അത് ദൈവം മാത്രം. സ്തോത്രം. ഒരേ ഒരു നായകൻ അത് യേശുക്രിസ്തു മാത്രം. അവിടുന്ന് ജീവനായകനാണ്, രക്ഷാനായകനാണ്, വിശ്വാസത്തിൻ്റെ നായകനാണ് അത് യേശുക്രിസ്തു മാത്രം. അപ്പൊ ഈ ദൈവവചനം ഉപദേശങ്ങള് കാര്യങ്ങൾ പറയണം. 2 കാര്യത്താൽ യോഹന്നാൻ നാട് കടത്തപ്പെട്ടു. ആമേൻ. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി എന്നാ വായിച്ചേ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. സ്മുർണ, സായും ചന്ദ്രക്കലയും മായും കൂടെ എല്ലാം കൂടെ വന്നപ്പം കൊച്ചു കുഴഞ്ഞു പോയതാ. വായിച്ചോ. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന് കാഹളത്ത് നാദത്തിനൊരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച 7 പൊൻവിളക്കിന്റെ നടുവിൽ നിലയങ്ക തിരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. അടുത്ത വാക്യം. അവന്റെ തലയും തലമുടിയെല്ലാം അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. വെള്ളായല്ല, വെള്ളയായും. വായിച്ചോ എന്നാലും കുഴപ്പമില്ല. വായിച്ചോ. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. പിന്നെ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. പിന്നെ അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അതെല്ലാം വായിക്കാൻ നേരമില്ല. കർത്താവിന് മഹത്വം. ഇത് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവാ. ആ ക്രിസ്തുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ദർശിക്കുന്നു. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. പീഡനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നീ കാണേണ്ട ദർശനം യേശുവിനെ പറ്റിയാ. യേശുവിനെ പറ്റി നീ ദർശനം കണ്ടാൽ, യേശുവിനെ നീ കണ്ടാൽ, അനുഭവിച്ചാൽ ഈ പ്രശ്നങ്ങളും പ്രയാസവും ഒന്നും വലുതല്ല. കാരണം പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിനും പരീക്ഷിക്കപ്പെട്ടവനാ ക്രിസ്തു. സ്തോത്രം. ആട്ടെ,
1-ാം അധ്യായത്തിൽ ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നത് 7 നിലവിളക്കുകളുടെ നടുവിലെന്ന. അങ്ങനല്ലയോ മോളെ? 7 നിലവിളക്കുകളുടെ നടുവിൽ, അങ്ങനല്ലേ? വായിച്ചു. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ അല്ല, അതിന് മുകളില 7 നിലവിളക്കുകളുടെ. നിങ്ങളെ ഉപദേശിമാരാരെങ്കിലും വായിച്ചാൽ അതായിരിക്കും നല്ലത്. കൊച്ചു കടന്ന് കുഴയുക. ഉപദേശിമാർ വായിക്കുക. അതായിരിക്കും നല്ലത്. ഉപദേശിമാരും വായിക്കണമല്ലോ. നമ്മളെല്ലാവരെയും കൊണ്ട് വായിപ്പിക്കുകയാണല്ലോ. ആരും വായിക്കുകയല്ല. അമ്മ വായിക്കുമോ? തമിഴ് അന്ന് തമിഴല്ല. ഇപ്പം എന്നാ ചെയ്യാൻ? വന്നു പോയില്ലേ? அவருடைய சிரசும் மயிரும் வெண்மை பஞ்சு போலவும் உறைந்த மழை போலவும் வெண்மையாயிருந்தது. அவருடைய கண்கள் அக்கினி ஜுவாலையை போல இருந்தது. அவருடைய பாதங்கள் അതിന് മുകളിലുണ്ട് அந்த 7 കുത്തുവിളക്കുകളിൻ മധ്യയിൽ. തമിഴ് വായിച്ചാൽ മതി, അതാ നല്ലത്. ഇടയ്ക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. ഒരുങ്ങി നിന്നോണം. കുത്തുവിളക്കല്ലേ? அந்த 7 കുത്തുവിളക്കുകളിൻ മധ്യയിലെ നിലയങ്കി ധരിത്ത് മാർബരുകെ. അപ്പോൾ 7 കുത്തുവിളക്കിന്റെ മധ്യയിലെ നിലവിളക്കുകളുടെ നടുവിൽ. അത് കൊള്ളാം, കുത്തുവിളക്ക്. അതുകൊണ്ടായിരിക്കും ഇപ്പം തമിഴാ കുറച്ചുകൊണ്ട്. അതുകൊണ്ടാണ് സഭയ്ക്കകത്തെല്ലാം കുത്ത്. തമിഴാ കുറച്ചുകൂടെ നല്ലത് കേട്ടോ. എല്ലാം കുത്തുവിളക്കാ. ധാരാളം കുത്തുവിളക്ക്. പിന്നെയും കുത്തുവിളക്ക് തുടങ്ങുകയല്ലേ? ടെറസിൻ്റെ മണ്ടേ ഒരു കുത്തുവിളക്ക്, ടിൻഷീറ്റിട്ട അതിന് കീഴേ ഒരു കുത്തുവിളക്ക്. ഇതാ നല്ലത്. തമിഴ് മതി. കുത്തുവിളക്ക്. അപ്പോൾ ഈ കുത്തുവിളക്കിൻ്റെ മധ്യേ അല്ലേ 7 നിലവിളക്കുകളുടെ നടുവിൽ. ഈ നിലവിളക്ക് ഏതാ? 20-ാം വാക്യം വായിച്ചേ. 20. മലയാളത്തിൽ വായിച്ചേച്ച് തമിഴിലൂടെ വായിച്ചോ. നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. അല്ല, അവർ ഉപദേശിമാരാരെങ്കിലും വായിക്കട്ടെ മോളെ. പിന്നെ അവർക്ക് കൊടുക്കുക. നിങ്ങൾ വായിക്കാറില്ല. 20-ാം വാക്യം. അവരിപ്പം ചിന്തിക്കുക, ദൈവമേ മര്യാദയ്ക്ക് താഴെ ഇരുന്നതാ, വലിച്ചു പൊക്കി ഇവിടെ കൊണ്ട് വെച്ചേച്ച് ഞങ്ങളെ ഇട്ട് കുഴയ്ക്കുക. എന്നാൽ അതുങ്ങളിപ്പം വിളിച്ചവനെയും പ്രാകുക. സ്വോത്രം. എന്നെ പ്രാകുന്നില്ല, എന്നാലും അവരുടെ ചിന്ത ദൈവമേ ഇങ്ങനെ മുന്നിൽ വന്ന് പെട്ടല്ലോ എന്നാ. നിങ്ങൾ കുഴപ്പമില്ല, ശാന്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ദൈവം എൻ്റെ പേടിക്കൊന്നും വേണ്ട. അച്ഛാൻ വായിച്ചല്ലേ? 20-ാം വാക്യം വായിച്ചേ. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 പൊൻനിലവിളക്കിന്റെ വിവരം എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അടുത്തത് 7 നിലവിളക്ക് 7 നിലവിളക്ക് 7 സഭകളാകുന്നു. 7 സഭകൾ. ഇനി തമിഴ് വായിച്ച നിലവിളക്ക് എന്തുവാണ്? എൻ വലതുകരത്തിൽ നീ കണ്ട 7 നക്ഷത്രങ്ങളിൻ രഹസ്യത്തെയും 7 പൊൻകുത്തുവിളക്കുകളിൻ രഹസ്യത്തെയും എഴുത്. அந்த 7 നക്ഷത്രങ്ങളും 7 സഭയിൻ ദൂതர்களாம். നീ കണ്ട 7 കുത്തുവിളക്കുകളും 7 സഭകളാണ്. 7 കുത്തുവിളക്ക് 7 നിലവിളക്ക് 7 സഭയാ. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഈ കുത്തുവിളക്കിന്റെ മധ്യേ ക്രിസ്തു നിൽക്കുന്ന. കുത്തുവിളക്ക് എന്ന് പറഞ്ഞാൽ 7 സഭ. അപ്പൊ കർത്താവ് സഭയുടെ നടുവിലാണ്. അല്ലാതെ യേശു കിഴക്കും പടിഞ്ഞാറും തെക്കും ഒന്നുമല്ല. നമ്മൾ ചിലരോട് പറയുകയല്ലേ, ചാക്കോച്ചാ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ട് തെക്കോട്ട് നിന്ന് തെക്കോട്ട് നിന്ന് ചാക്കോയാ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ നേരെ പൊട്ടാ. നിന്നോട് ആരാ പറഞ്ഞ കിഴക്ക യേശുവെന്ന്? യേശു കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല തെക്കുമല്ല. ആമൻ. തിരുവചനം പഠിപ്പിക്കുന്നത് അവിടുന്ന് നടുവിലാണ്. അവിടുന്ന് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ തന്നെ വ്യക്തമായിട്ട് ക്ലിയറാക്കിയാ പോയത്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ കിഴക്ക് വരാന്നല്ല, പിന്നെയോ അവരുടെ നടുവിൽ വരുവന്ന. സ്തോത്രം. അതുകൊണ്ടായി നിലവിളക്ക് 7 സഭ, അതിൻ്റെ നടുക്ക് 2-3 പേർ എവിടെ കൂടിയാലും അവിടുത്തെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുക്ക്. 12-ാമത്തെ വയസ്സിൽ വലിയ പള്ളി ചെന്നപ്പോഴും ശാസ്ത്രിമാരുടെയൊക്കെ നടുവില്ല. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റപ്പോഴും മുറി അടച്ചിട്ടപ്പോൾ അവരുടെ നടുവിലാണ് വന്നത്. സ്തോത്രം. ക്രൂശിൽ കിടന്നപ്പോഴും 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിലാണ് കിടന്നത്. അവിടുന്ന് എവിടെ ചെന്നിട്ടുണ്ടോ അതെല്ലാം നടുവിലാണ്. പിന്നെ കിഴക്ക് വന്നെന്ന് ആരാ നിന്നെ പഠിപ്പിച്ചേ? സ്തോത്രം. അത് ബാബിലോണിനെ പഠിപ്പിച്ച് കയറി ഇതിനകത്ത് കയറിയതാ. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഉടനെ നേരെ
കണ്ണും മറിഞ്ഞ് നിൽക്കുന്നത്. കിഴക്കോട്ടുള്ള ആരാധന പുസ്തകം പഠിപ്പിക്കുന്നത് സൂര്യാരാധനയാണ്. യഗസ്കേൽ 8:16 വായിച്ച്. യഗസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നമുക്കെല്ലാം അറിവുള്ള വാക്യമാണ്, എങ്കിലും സന്ദർഭം വന്നതുകൊണ്ട് ഒന്ന് വായിച്ചു വിടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യം മലയാളത്തിലൊന്ന് വായിച്ചേച്ച് പിന്നെ തമിഴിലും ഒന്ന് വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്ന്. മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ട് പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന 25-ാം വാക്യം ഒന്ന് വായിച്ചോ ദൈവദാസൻ. 25 ഒന്ന് വായിച്ചേ. അതിന് 25 18-ാം വാക്യം. 18 ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എന്റെ കണ്ണ് ആദരിക്കയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കയില്ല എന്നറിയിച്ചു. അത്രേ ഉള്ളൂ. 8-ാം അധ്യായത്തിന്റെ അല്ലേ ഞാൻ പറഞ്ഞത്? അതെ, 18-ാം വാക്യം വായിച്ചോ. 16-ാം വാക്യമല്ലേ? അല്ല, 18. അവർ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ. ഞാൻ ആദ്യം 16 പറഞ്ഞേ? അല്ല, 18. 16 വായിച്ചേ. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ. യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ. മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ. ഏകദേശം 25 പുരുഷന്മാർ നമ്മുടെ മുതുക യഹോവയുടെ മന്ദിരത്തിന്റെ യഹോവയുടെ മന്ദിരത്തിന് നേരെയും കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അടുത്തത് അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുക. അപ്പോൾ കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാണ്. നമ്മുടെ ആരാധന ദൈവാരാധനയാണ്. 2 or 3 പേർ എന്ന നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരുമെന്ന. ഇനി ആ 16-ാം വാക്യം തമിഴിലൊന്ന് വായിച്ചേ. 8:16. என்னை கர்த்தருடைய ஆலயத்தின் உட்பிரகாரத்திலே கொண்டு போனார். இதோ கர்த்தருடைய ஆலயத்தின் வாசல் நடையிலே மண்டபத்துக்கும் பலிபீடத்துக்கும் நடுவே ஏறக்குறைய 25 புருஷர் தங்கள் முதுகை கர்த்தருடைய ஆலயத்துக்கும் தங்கள் முகத்தை கீழ்த்திசைக்கும் நேராக திருப்பினவர்களாய் கிழக்கே இருக்கும் സൂര്യനെ നമസ്കരിത്താർ. സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പൊ കിഴക്കോട്ടുള്ള പ്രാർത്ഥന, കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാണ്. നമ്മുടെ ആരാധന ദൈവാരാധനയാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സകല ചരാചരങ്ങളെയും ഭൂചര കേചര വസ്തുക്കളെയും മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ആരാധനയ്ക്ക് യോഗ്യൻ സർവജ്ഞനായ ദൈവമാണ്. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും മഹത്വമേ മഹത്വമേ മഹത്വം തൻ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആട്ടെ, പഴയ പാട്ടുകൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയത്തില്ലെന്നറിയെങ്കിൽ ഇതൊക്കെ സഭായകം തുടങ്ങുമ്പോൾ പാടുന്നത്. ഇപ്പം പിന്നെ സഭായകം തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ പാട്ടുകളൊന്നും അല്ല പാടുന്നത്. ഇപ്പം പുതിയ പാട്ടുകളൊക്കെയാണ്. യോഗം തുടങ്ങുമ്പോൾ എന്തോ പാടണം, നിർത്തുമ്പോൾ എന്തോ പാടണം, ഒന്നും മിക്കവർക്കും അറിയത്തുമില്ല. സ്തോത്രം. ആട്ടെ, നല്ല പാട്ടുകളാണ്. എന്തായാലും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിർമ്മിച്ച് സൃഷ്ടിച്ച സർവജ്ഞനായൊരു ദൈവം. അപ്പൊ ഈ 1-ാം അധ്യായത്തിൽ 7 നിലവിളക്കുകളുടെ നടുവിലാണ് ക്രിസ്തു. നിലവിളക്ക് 7 സഭ. 1-ാം അധ്യായത്തിൽ അവിടുന്ന് സഭയുടെ നടുക്ക് വെറുതെ നടുക്ക് ഇങ്ങനെ ഒരു പ്രതിമ പോലെ നിൽക്കുകയല്ല യേശു. അങ്ങനെയൊക്കെ പലയിടത്തും നമ്മൾ കാണാറുണ്ട്. അതല്ല യേശു. നടുക്ക് കൊണ്ടുവന്ന് യേശുവിനെ ഇങ്ങനെ വെച്ചിരിക്കുക. അതല്ല യേശു. 2-ാം അധ്യായത്തിൽ എന്തോ എടുക്കുക. അന്ന് 2:1 വായിച്ചേ. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 2:1.
എഫെസോസിലെ ഇതിപ്പോ അച്ചായൻ ഇന്ന് വന്നില്ലായിരുന്നേ ഞാൻ കുഴഞ്ഞേനെ. സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് പൊൻനിലവിളക്കുകളുടെ നടുവിൽ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ മതി. ഇനി അത് തമിഴിലൊന്ന് വായിച്ചേ. 7 നക്ഷത്രങ്ങളെ തമது വലതുകരത്തിൽ ഏന്തിക്കൊണ്ട് 7 പൊൻകുത്ത വിളക്കുകളിൽ മധ്യയിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവൻ. അതാ കുറച്ചുകൂടെ നല്ലതാ. സ്തോത്രം. തമിഴാ കുറച്ചുകൂടെ സ്തോത്രം. ഇപ്പൊ അവര് എന്തൊക്കെയാ എന്നാ തമിഴ് തന്നെ അങ്ങ് വായിപ്പിച്ചു. അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് മലയാളത്തിൽ വായിപ്പിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവൻ നടക്കുന്നവനാ. 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് കർത്താവ് നിൽക്കുന്നു. വെറും ഒരു സ്റ്റാച്ചു അല്ല യേശു. അവിടുന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. എവിടെയെങ്കിലും കൊണ്ട് നിർത്തി, യേശുവേ നീ ഇവിടെ നിന്നോണം, എങ്ങും പോകരുത്, ഞങ്ങൾ കമ്മിറ്റിക്കാർ പിന്നെ വരും, അന്നേരം നിന്നെ എടുത്തോണ്ട് നീ അങ്ങോട്ട് പോയാൽ ഉടനെ യേശു നടക്കും. കാരണം ജീവനുള്ള ദൈവമാണ്. സ്തോത്രം. ഓടി അതിൽ മുങ്ങിച്ചാകാൻ നേരത്ത് അതുങ്ങളെല്ലാം കൂടെ കൂട്ടം നിലവിളിയപ്പം അവിടെ നോക്കിയപ്പം നടന്നിങ്ങോട്ട് വരുന്നത് കടലിന്റെ മീതെ. സ്തോത്രം. അടുക്കുവാനുള്ള ആശയുണ്ട് നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോടെ കേട്ടതാല യാത്രയും ചെയ്തു. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോടെ കേട്ടതാല യാത്രയും ചെയ്തു. അടുക്കുവാനുള്ള ആശയുണ്ടു നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. അപ്പോൾ അങ്ങനെ ഇവര് നിലവിളിച്ചപ്പോൾ അവിടുന്ന് കടലിന്റെ മീതെ നടന്നു വന്നവനാ, ജീവനുള്ളവനായ യേശു. അപ്പൊ 1-ാം അധ്യായത്തിൽ നടുക്ക് നിൽക്കുന്നു. അവിടെ അങ്ങ് നിന്ന് നിൽക്കുകയല്ല. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഉലാവിക്കൊണ്ടിരിക്കുക. ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രിയും അവിടുന്ന് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. നിന്റെ സമീപത്ത് അവിടുന്ന് വന്നിട്ടുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ കണ്ണീന്ന് കണ്ണീര് തുടച്ചു മാറ്റുവാൻ, നിനക്ക് സമാധാനം തരുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിനക്ക് വിടുതൽ നൽകുവാൻ ഇന്ന് രാത്രിയിലും അവിടുന്ന് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം. അപ്പോൾ 1-ാം അധ്യായത്തിൽ സഭയുടെ നടക്കാൻ, 2-ാം അധ്യായത്തിൽ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ അധ്യായവും എടുക്കുന്നില്ല. എഫെസോസ് സഭയുടെ നടുവിൽ കൂടെ നടക്കുക. ചുരുക്കി പറഞ്ഞ ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിക്കാം. 1-ാമത്തെ സഭയുടെ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് 1-ാം സഭയെ കൂടി ഇങ്ങനെ നടന്ന് എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ, അങ്ങനെ നടന്ന് കിടന്ന് കർത്താവ് ഒടുവിൽ അങ്ങ് വെളിയിലോട്ട് അങ്ങ് പോയി. അവയ്ക്കകത്തിന്ന് വെളിയിലോട്ട് പോയി. ഈ വെളിയിലോട്ട് പോകാൻ കാര്യം എന്നാന്ന് ഞാൻ പറയാം. അങ്ങനെ പോയി തിരിച്ച് കർത്താവ് ഇങ്ങോട്ട് കയറാനായിട്ട് വാടക്ക നിന്ന് മുട്ടുക. ഇപ്പം അതാണ് 20-ാം വാക്യം, 3:20. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. 1-ാം അധ്യായത്തിൽ എഫെസോസ് സഭയുടെ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഭാവനയാ അങ്ങനെ നടന്ന് ഓരോ സഭയ്ക്കകത്തൂടെ നടന്ന് യേശു പിന്നെ ഒരു സഭയിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. യേശു നടക്കാനും മേല, എന്നാൽ ഇവിടെ നിൽക്കാൻ നോർത്ത യവന്മാർ കമ്മിറ്റിക്കാർ, കാരണം അവർക്കെല്ലാം ഫിക്സഡ് കസാരയാണ്, യേശുവിന് കസാരയില്ല. ഇതാണ് അത് സെക്രട്ടറിയുടെ, അതിലൊന്നും കയറി ആരും ഇരിക്കരുത്. ഇതോ അത് ട്രഷാറിൻ്റെ, ഇതോ അത് മൂപ്പൻ്റെത്. ഇത് സീനിയർ ആടെ. അപ്പുറം ഇരിക്കുന്നത് അവരുടെ. ചുരുക്കി പറഞ്ഞ ഓരോരുത്തർക്കും ഫിക്സഡ് കസേരയാണ്. യേശു വന്നപ്പോൾ കസാര ഇല്ല. അങ്ങനെ കാര്യമൊക്കെ ഉണ്ട്. കർത്താവിനിപ്പോൾ സഭയുടെ നടുക്കുമില്ല, നടുവിലുമില്ല, നടക്കുന്നുമില്ല. കർത്താവ് വെളിയില്ല. എങ്കിലും കർത്താവ് ഈ സഭയെ സ്നേഹിച്ചത് കൊണ്ട് വീണ്ടും അകത്തോട്ട് കയറാൻ വാതൊക്കെ നിന്ന് മുട്ടുക. ഇവിടെ കൊണ്ട് പിടിച്ച പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുക. യേശു വെളിയിൽ നിന്ന് മുട്ടുക കയറ്റാൻ, കാരണം എല്ലാം പൂട്ടിയാച്ചാ. അപ്പം ഇവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ്, യേശു
യേശു. അപ്പം വെളിയിൽ നിന്ന് യേശു മുട്ടുക, ജോയിക്കുട്ടി എന്നെയും കൂടെ ഒന്ന് കയറ്റേ. അന്നേരം സഭയുടെ ചുമതലപ്പെട്ടവൻ പറഞ്ഞു, വർഷിപ്പ് നടക്കുക, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. എന്നെ ഒന്ന് കയറ്റാമെന്ന് ചോദിച്ചു. മിക്കയിടത്തും ഇതൊക്കെ തന്നെ. യേശു വെളിയില്ല. കാരണം യേശുവിന് അകത്തിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ആ സഭയ്ക്കകത്ത്. കച്ചവടമാണല്ലോ പള്ളിക്കകത്ത് കാണുന്നത്, അതാണല്ലോ കർത്താവ് ക്ഷോഭിച്ചത്. മുഴുവൻ ബിസിനസ് പള്ളിക്കകത്താണ്. യേശുവിന് അതുകൊണ്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഞാൻ ആ ഭാഗമെല്ലാം എടുക്കുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ച വിഷയം ഇതാ, സ്തോത്രം, ജയിക്കുന്നവൻ. എന്തിനെയൊക്കെ ജയിക്കണം? ലവോദിക്ക സഭയോടാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്. 21-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. 21-ാം വാക്യം 3-ാം അധ്യായത്തിന്റെ 21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. സ്തോത്രം. ജയിക്കുന്നവൻ. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ജയിക്കണം. ഈ ഓരോ സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പറയാം, ഈ പൊതുവായ ചില തത്വങ്ങളുണ്ട്. എന്തുവാ പൊതുവായ തത്വം? ഒന്ന്, ഓരോ സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ 7 തത്വങ്ങളാണ്. അതിലൊരു തത്വം കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, ആക്ഷേപം വല്ലതും ഉണ്ടെങ്കിൽ അവരെ അറിയിക്കും. 3, അഭിനന്ദനം വല്ലതും ഉണ്ടെങ്കിൽ അത് കർത്താവ് അറിയിക്കും. 4, അവരെ മുന്നറിയിപ്പ് കൊടുക്കും. 5, വിവേചനം കൊടുക്കും. 6, പ്രബോധനം കൊടുക്കും. 7, പ്രതിഫലം വല്ലതും ഉണ്ടെങ്കിൽ അതും പറയും. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തും, അഭിനന്ദിക്കും, വിവേചിക്കും, ആക്ഷേപിക്കും, ഉണ്ടെങ്കിൽ മുന്നറിയിപ്പുണ്ട്, പ്രതിഫലമുണ്ടെങ്കിൽ അത്. അപ്പോൾ ഒന്ന്, കർത്താവ് ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി. ലവോദിക്ക സഭയ്ക്ക് യേശു തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. എന്തുവാ പരിചയം? 14-ാം വാക്യം വായിച്ച് 3:14. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യും. ഇതാണ് പരിചയപ്പെടുത്തിയത്. ഇനി തമിഴിൽ ഒന്ന് വായിച്ചേ 14-ാമത്തെ വാക്യം. ലവോദിക്കിയ സഭையின் தூதனுக்கு நீ எழுத வேண்டியது என்னவெனில், உண்மையும் சத்தியமுள்ள சாட்சியும் தேவனுடைய சிருஷ்டிக்கு ஆதியுமாய் இருக்கிற. അപ്പോൾ ഈ ലവോദിക്ക സഭയ്ക്ക് ആലോചന പറയുന്ന കർത്താവ് ഒന്ന് പരിചയപ്പെടുത്തി. അല്ലയോ ലവോദിക്ക സഭയെ, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസ്തനും സത്യവാനുമാകുന്ന സാക്ഷിയാണ്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, നിന്നെ രക്ഷിച്ച ദൈവം, നിന്നെ വീണ്ടെടുത്ത ദൈവം, നിന്നെ അവൻ വിടുവിച്ച ദൈവം, ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നടകൊള്ളുന്ന ദൈവം, നിന്നെ രക്ഷിച്ച യേശുവിന്റെ വിശേഷത ഒത്തിരിയുണ്ട്. ഇവിടെ എടുത്തു പറയുകയാ, നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം വിശ്വസ്തനാ. വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല, തള്ളിക്കളയുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. നിന്നെ അനാഥയായിട്ട് വിടത്തില്ല. ദീനത്തിൽ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും വിളിച്ച യേശു വിശ്വസ്തൻ. അതെന്നാ വിശ്വസ്തൻ എന്ന് എടുത്തു പറയാൻ? ഇവിടെ ആരും വിശ്വസ്തരല്ല, മനുഷ്യരാരും വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും അവിശ്വസ്തരാ. മനുഷ്യരായിട്ടുള്ള ഒരെണ്ണം വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും അവിശ്വസ്തരാ. ഇരിപ്പൊക്കെ കണ്ട ഭയങ്കര വിശ്വസ്തത എന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. ഒരെണ്ണം വിശ്വസ്തതയുള്ളതില്ല. കാരണം വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ ഇന്നെന്നാ നോക്കാൻ? വിശ്വാസം, പ്രത്യാശയും സ്നേഹം, പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകം നീടുന്നു. വിശ്വാസം, പ്രത്യാശയും സ്നേഹം, പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകം നീടുന്നു. വിശ്വസ്തത മനുഷ്യരിൽ നന്നേ കുറയുന്നേ. നീ വാരും പൂവിൽ വിശ്വാസം കാണുമോ? വിശ്വസ്തത മനുഷ്യരിൽ നന്നേ കുറയുന്നേ.
നീ വാരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ? യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നേ. യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നേ. അപ്പോൾ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാര് കുറഞ്ഞിരിക്കുക. വിശ്വസ്തരുണ്ടോന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ഉറപ്പിച്ചും പറയാ, ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വിശ്വസ്തരല്ല. എന്നാൽ നിരാശപ്പെടണ്ട, അവൻ നിന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച യേശു വിശ്വസ്തൻ. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നിങ്ങളെ കാക്കും. ഭാര്യമാരെല്ലാരും വിശ്വസ്തരല്ല, ഭർത്താക്കന്മാരെല്ലാരും വിശ്വസ്തരല്ല, കൊച്ചുങ്ങളെല്ലാം വിശ്വസ്തരല്ല, മാതാപിതാക്കളെല്ലാരും വിശ്വസ്തരല്ല. സ്നേഹിതനും പ്രിയപ്പെട്ടവരും എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. വിശ്വാസികള് എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. എന്നെ പ്രതിയാക്കിയ ഉപദേശിമാരെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. വിശ്വസ്തനായിട്ട് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. അച്ഛാ 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 എന്നും പറഞ്ഞ് പുറകെ നടക്കുക, വണ്ടിയുടെ പുറകിൽ കയറിയിരിക്കുകയും കയറി പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യുക നല്ല കാര്യമാണ്. പക്ഷേ കുട്ടിക്ക് പരുവക്കേടാന്ന് കണ്ടു കഴിയുമ്പം കുറേ നാളൊക്കെ ശുശ്രൂഷിക്കും. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ പറയും, പക്ഷേ പ്രാർത്ഥിക്കണം ദൈവഹിതത്തിനായിട്ട്. കുഴഞ്ഞു. ഒരു 5-8 കൊല്ലം അടുപ്പിച്ച്, എല്ലാവരുടെയും കാര്യമല്ല എങ്കിലും സിംഹഭാഗവും ഒരു 5-8 കൊല്ലം അടുപ്പിച്ചൊന്ന് കിടന്നേ. പിന്നെ നമ്മൾ ചെല്ലുമ്പം ആദ്യമൊക്കെ പറയുമ്പോൾ, പക്ഷേ എന്ത് വന്നാലും ഞാൻ എൻ്റെ അച്ചായന, ഞാൻ അച്ചായൻ എന്ത് വന്നാലും ഞാനല്ലാതെ അച്ചായന് യോ എനിക്ക് കിടപ്പ് കാണാൻ നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് ശുശ്രൂഷ കൂടും. ഒരു 5-8 കൊല്ലം കഴിഞ്ഞ് ചെല്ലുമ്പോഴോ എന്തുണ്ടമ്മാമേ, ഓ പാസ്റ്റർ പ്രാർത്ഥി ദൈവഹിതത്തിനായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകാതെയാണോ? അതോ കുറ്റമല്ല, മനുഷ്യപ്രകൃതി അതാ. ആരെയും കുറ്റം പറയുകയല്ല. ഭാര്യമാരെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല, ഭർത്താക്കന്മാരും എല്ലാവരും വിശ്വസ്തരല്ല. അല്ല, സിസിലി എന്നും പറഞ്ഞ് നിന്റെ പുറകെ വരുന്നത് വിശ്വസ്തതയുണ്ടെന്നും പറഞ്ഞാന്നോ? സിസിലി, നീ കഞ്ഞി വെച്ച് കൊടുക്കുകയും തുണി കഴുകി കൊടുക്കുകയും തുണിയെല്ലാം തേച്ച് കൊടുക്കുകയും പുള്ളി ചോദിക്കുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ ക്രമീകരിച്ച് കൊടുക്കുന്നുണ്ട്. സിസിലി എന്നും പറഞ്ഞ് ഈ പുറകെ വരുന്നത്. നീ ഒന്ന് അസുഖമായിട്ട് കട്ടിലേ കിടന്നേ, അയാൾ ഹോട്ടലിലും പോകും, നീ കട്ടിലേലും കിടക്കും. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 ചൂടുദോശ മേടിച്ച് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മനുഷ്യൻ അങ്ങനെയാന്ന്. എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. കൊച്ചുങ്ങളെല്ലാവരും വിശ്വസ്തരാന്നോ? ഡാഡി മമ്മി മമ്മി താടി എന്നൊക്കെ പറഞ്ഞ്, താടി മമ്മി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് വിശ്വസ്തരല്ല. ഇപ്പം പിള്ളേരുടെ കൈ കാശൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങൾ കാശ് കൊടുത്തെങ്കിലേ പഠിക്കാനൊക്കെ ഉള്ളൂ. വണ്ടിക്കൂലി പിന്നെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുക്കണം. അതിനകത്ത് താടി മമ്മി എന്നും പറഞ്ഞ് നടക്കുന്നത്. കൊച്ചുങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടി കാശും പുത്തനുമാക്കി ആയി കഴിയുമ്പോൾ അവർ നേരെ ഇവിടുന്ന് പറന്ന് കാനഡയിലോ അമേരിക്കയിലോ UK-ലോ അയർലൻഡിലോ അങ്ങനെ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവിടെയൊക്കെ ചെന്നേച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ കാശ് നിങ്ങൾ പണ്ട് കൊടുത്തത് പോലെ ഇങ്ങോട്ട് ചോദിക്കും. പറയാം, എന്നെ ഇതിന് വേണ്ടി ചിലവേ ചോദിക്കും. പിന്നെ ഒരു നിശ്ചിത തുകയെ തരുവുള്ളൂ. അത് കൂടുതൽ ചോദിച്ചാൽ പറയും, കഴിഞ്ഞ മാസം കൊണ്ട് തന്നതാണെന്നില്ല, പിന്നെ എന്നെ പിന്നെ എന്തോ എടുക്കുക ഈ കാശെല്ലാം കൂടെ ചോദിക്കും. കുഴപ്പമാണെന്നല്ല, മനുഷ്യപ്രകൃതി അതാ. മാതാപിതാക്കളെല്ലാവരും വിശ്വസ്തരല്ല. എത്ര എണ്ണം കൊച്ചുങ്ങളെ ഇട്ടേച്ച് വേറെ പുരുഷൻ്റെ കൂടെ ഓടിയ പെണ്ണുങ്ങൾ എത്ര എണ്ണം ഉണ്ട് ഓട്ടോയിൽ? സ്വന്തം കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച കൊച്ചുങ്ങളെ ഉപേക്ഷിച്ചേച്ച് അന്യപുരുഷൻ്റെ കൂടെ നാട് കിടന്ന പെണ്ണുങ്ങൾ ഇപ്പോഴും ഒത്തിരി പെണ്ണുങ്ങളുടെ സഭയ്ക്കകത്തും ഉണ്ട് ചിലതൊക്കെ. അതുങ്ങൾക്ക് ആ മൂപ്പ് കൂടുതൽ ആരാധനയ്ക്ക്. അങ്ങനെ ചെയ്തതെല്ലാം സ്തോത്രം. മിണ്ടുന്നില്ലല്ലോ ആരും. ഇതിനകത്ത് വലിയൊരു ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട്.
അല്ല പമ്മി ഇരിക്കുന്ന കണ്ടിട്ട്. സ്തോത്രം. മാതാപിതാക്കൾ എല്ലാവരും വിശ്വസ്തരല്ല. സ്വന്തം മക്കളെയും ഭാര്യയെ ഉപേക്ഷിച്ചു പോയ എത്രയോ പുരുഷന്മാർ, ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ ശുശ്രൂഷിച്ച ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റ് പല സ്ത്രീകളുടെ കൂടെ പോയ പുരുഷന്മാർ, നാട് വിട്ടവരെ എത്രയോ എത്രയാണ്. മാതാപിതാക്കളും എല്ലാവരും വിശ്വസ്തരല്ല. ചില മാതാപിതാക്കളെ ശ്രദ്ധിച്ച് മക്കൾ 3-4 ഉണ്ട്, അതിൽ കാശും പുത്തനും ചുറ്റുപാടും കളറും നിറവും ഇച്ചിരി പിടിപ്പുള്ള പിള്ളേരുണ്ടെങ്കിൽ അവരോട് കൂടെ ഒട്ടി നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്. അല്പം ക്ഷീണമാ, പ്രയാസമാ, പരുവക്കേടാന്ന് പറഞ്ഞാൽ അവനെ എത്ര വലിയ മൈൻഡ് ചെയ്യുകയല്ല അപ്പനും അമ്മയാന്ന് പറഞ്ഞാലും. അവർക്ക് മറ്റവരുമായിട്ടാണ്, പേർഷ്യക്കാരൻ മോനുമായിട്ടാണ് കൂടുതൽ. ഏനെ എല്ലാവരും ഒരു പരുവക്കേട് ഇരിക്കുന്നത്. നിങ്ങളുടെ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ എനിക്കും അങ്ങ് ഡൗട്ട് അടിക്കുക. ഇവിടെ ആരും വിശ്വസ്തരല്ലെന്ന്. വിശ്വാസികൾ എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. പാസ്റ്ററെന്ന് വിളിക്കത്തില്ല, ഭാഷയെന്നും പറഞ്ഞ് ഈ പുറകെ വരുന്നതും വിളിക്കുന്നതൊക്കെ നമ്മൾ കൂടെ പ്രാർത്ഥിക്കുകയും ഇവരുടെ പേര് പരാമർശിക്കുകയും അവർക്ക് വേണ്ടി സ്തോത്ര പ്രാർത്ഥന നടത്തുകയും അവരുടെ ഏത് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ടായി ഭാഷയെന്നും പറഞ്ഞ് വരുന്ന അല്ല, നമ്മളെ കനപ്പിക്കാനൊന്നും വരുന്നതല്ല. ഇനി വിശ്വാസികൾ ഓർത്താൽ ഞങ്ങൾ ഉപദേശിമാരും എല്ലാവരും വിശ്വസ്തരല്ല. അമ്മാമ്മയെ സ്തോത്രം, അച്ചായോ പ്രൈസ് ദി ലോർഡ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ സ്തോത്രാഴ്ചയും തേജാംശമൊക്കെ തരുന്നുകൊണ്ടാണ്. അത് തരാതിരുന്നേ അന്നേരം തനിനോരം അറിയും. കുത്തുവാക്യം എടുത്ത് സഭായത്തിന് നല്ല അറിഞ്ഞു പിടിപ്പിച്ച് നിന്റെ പരിപ്പിളക്കുന്ന പ്രസംഗം പ്രസംഗിച്ചു കളയും. പിന്നെ കാര്യം തീർത്ത് പറയണ്ടേ. കാഴ്ചയും ചുറ്റുപാടും പുത്തനുള്ളവരോടൊരു പ്രത്യേക മമതയും അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും. പിന്നെ ഇവിടെ ആരും വിശ്വസ്തരല്ലെന്ന്. എന്നാൽ ദൈവമക്കൾ പതറരുത്. നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് കർത്താവ് ലവോദിക്ക സഭയോട് പരിചയപ്പെടുത്തുക. തമിഴിൽ വായിച്ചോ 14-ാം വാക്യം 3:14. ലവോദിക്ക സഭயின் தூதனுக்கு நீ எழுத வேண்டியது என்னவெனில் உண்மையும் சத்தியமுள்ள சாட்சியும் தேவனுடைய സൃഷ്ടിക്ക് ആദ്യമായി. അപ്പോൾ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തു വിശ്വസ്തൻ. നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവം, തള്ളിക്കളയാത്ത ദൈവം, നിന്നെ അവൻ തകർക്കാത്ത ദൈവം. അവിടുന്ന് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ കൊണ്ടെന്ന് അരുളി ചെയ്തവൻ. വാർദ്ധക്യം നരയുമുള്ള കാലത്തോളം നിന്നെ ചുമക്കുന്ന ദൈവം, വാർദ്ധക്യത്തിൽ നിന്നെ തള്ളിക്കളയാത്ത ദൈവം, ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റിവിരിക്കുന്ന ദൈവം, എല്ലാ കാലത്തും നിന്റെ കൂടെയുള്ള ദൈവം, നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, നിന്നെ രക്ഷിക്കുന്ന ദൈവം. അവിടുന്ന് വിശ്വസ്തനാണ്. ഇന്ന് രാത്രി യേശു ക്രിസ്തു വിശ്വസ്തൻ. അപ്പൊ സഭയ്ക്കൊന്ന് പരിചയപ്പെടുത്തി, ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. 2, ഈ സഭയ്ക്ക് ഈ നല്ല കാര്യമുണ്ടെങ്കിൽ കർത്താവ് അഭിനന്ദിക്കും. അങ്ങനെയുണ്ട്, അഭിനന്ദിക്കും. നല്ല കാര്യങ്ങൾ കണ്ടാൽ യേശു അതിനെ അഭിനന്ദിക്കും. വ്യക്തികളെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഒരിക്കലൊരുത്തനെ കണ്ടെങ്കിൽ പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ അഭിനന്ദനമല്ലേ. സ്തോത്രം, അഭിനന്ദിക്കും. ഇനി പറ്റി നിൽക്കുന്നവരാന്നേലും കർത്താവ് പറയേണ്ടത് പറയും. ഒരിക്കൽ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോകാൻ പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ തന്നെ പത്രോസിനെ അഭിനന്ദിച്ചു യേശു. അഭിനന്ദിച്ചത് ഇങ്ങനെ, ബെർയോനാ ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവാ. ഒരിക്കൽ യേശു ഒരു സ്ത്രീയെ അഭിനന്ദിച്ചു. അയ്യോ, ഇസ്രായേലിൽ പോലും ഞാൻ ഇങ്ങനത്തെ വിശ്വാസം കണ്ടിട്ടില്ല. അഭിനന്ദിച്ചു. വേറൊരു സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാകട്ടോ. അപ്പോൾ കർത്താവ് അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കും. നമ്മളും അങ്ങനെ ആയിരിക്കണം. അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കണം. അത് തെറ്റൊന്നുമല്ല. ചില പറഞ്ഞ് അങ്ങനെ പറയരുത്, അവർ നെകളിക്ക് വന്ന്. പിന്നെ അത് കുശുമ്പുണ്ടായിട്ട്, അല്ലാതെ അവർ നെകളിക്കുമെന്ന് ഓർത്തൊന്നുമല്ല. ഭയങ്കര കുശുമ്പാ. ഒരാള് ഒരു നല്ല പാട്ട് പാടി നമ്മുടെ സഭയിലെ. അപ്പം യോഗം കഴിയുമ്പോൾ പറഞ്ഞ പാട്ട് നല്ലതായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അത് പറയുന്നതിനെന്നാ അത് പറയത്തില്ല. അവിടെ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ അടുത്തിരുന്ന പുള്ളിയെ കാണുക ആയിരിക്കും, ഏറാന്ന് പിന്നെ അടുത്ത് ഇതിലെ കുശുമ്പ. ഒരാൾ നന്നായിട്ട് വാദ്യ ഉപകരണങ്ങൾ വായിച്ചു, മോനെ നന്നായിരിക്കുന്നു, അത് പറയുന്നതിനെന്നാ അല്ലേ. അതങ്ങനെ വേണം, അഭിനന്ദിക്കണം. ഞാൻ ഇന്നലെ അവരെ അഭിനന്ദിച്ചു, വേദപുസ്തകമായിട്ട് വന്നിരിക്കുന്നു അല്ലേ, നല്ല കാര്യമാണ്. അഭിനന്ദിക്കണം. സ്തോത്രം. കർത്താവ് അങ്ങനെ അഭിനന്ദിക്കും.
സഭയെ കർത്താവ് അഭിനന്ദിച്ചില്ലയോ? നിങ്ങളാണ്ട് 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ച്, വെളിപ്പാട് പുസ്തകം 2:6. എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ. ഒരു നന്മ കണ്ടോ നിനക്കുണ്ട്. അപ്പോസ്തലന്മാരോട് പറയാ, ഒരു നന്മ നിനക്കുണ്ട്. ആദ്യ സ്നേഹം വിട്ടു, അതോടെ നിൽക്കട്ടെ, പക്ഷെ നിനക്കൊരു നന്മയുണ്ട്. നീ നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. നന്മ. ഇനി ആ 2-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ, 2:13. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം. ഇത് പെർഗമോസിലെ സഭയോട് പറയുകയാ. ആമേൻ. 1, നീ വിശ്വാസം മുറുകെ പിടിച്ചു. 2, എന്റെ നാമം നീ കാത്തു. ആമേൻ. അഭിനന്ദിക്കണ്ടേ? സ്തോത്രം. നീ വിശ്വാസം നിഷേധിച്ചില്ല. ഈ പോരാട്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും വിശ്വാസം വിട്ടേച്ച് നീ പോയില്ല. അഭിനന്ദിക്കുക. അതുപോലെ തന്നെ ആ 2:19 ഒന്ന് വായിച്ചേ, 2:19. അഭിനന്ദിക്കുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. കണ്ടോ? അപ്പോൾ ആ സഭയോട്, തുയതീര സഭയോടും അഭിനന്ദനം കർത്താവ് പറയുക. ഇനി 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ച്, സർദീസിലെ സഭയോട് പറയുന്നത്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. കണ്ടോ? ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് സർദീസിൽ നിനക്ക് ഉണ്ട്. അതൊക്കെ അഭിനന്ദനമാ. 3:8 ഒന്ന് വായിച്ചേ, അഭിനന്ദനം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. അത് അഭിനന്ദിക്കുക. അപ്പോൾ അഭിനന്ദിക്കേണ്ടവരെ കർത്താവ് അഭിനന്ദിക്കും. ഇത് ദൈവമക്കൾക്ക് ഒരു പാഠമാ. അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കണം. ഒരു ദൈവദാസൻ നമ്മുടെ സഭയെ വന്നു, അല്ലെങ്കിൽ യോഗത്തിന് വന്നു. അദ്ദേഹം ദൈവവചനം നന്നായി പ്രസംഗിച്ചാൽ സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ ചെന്ന് പറയണം, പാസ്റ്ററെ നന്നായിട്ട് വചനം പറഞ്ഞു, ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതാ. അപ്പം അദ്ദേഹത്തിന് അത് കുറച്ചുകൂടെ ഉത്സാഹം കൂടും. ഇത് മിണ്ടാതെ മടങ്ങലിക്കാതെ അങ്ങ് പോവുക. സ്തോത്രം. അതൊന്നും നല്ല നടപടിയല്ല. അഭിനന്ദിക്കണം. അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കണം. ഞാൻ പറയാറുണ്ട്, നമ്മളൊരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. ആ സഹോദരി എന്ത് കഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവരെ അഭിനന്ദിക്കണം. നന്നായിരുന്നു കേട്ടോ, ഇല്ലേ? അല്ല, അത് വെച്ചത് മുഴുവൻ എടുത്ത് വിഴുങ്ങി വെച്ച് 3 ഏമ്പൊക്കം വിട്ടേച്ച് കൈ കഴുകി വെച്ച് ഉടനെ വണ്ടിയെ കയറി. ഒരു കൂട്ടാനേ ഉള്ളായിരിക്കും, പക്ഷെ അതിൻ്റെ മുമ്പിൽ അധ്വാനമില്ലേ? അഭിനന്ദിക്കണം. ആരോട് പറയാൻ ഇതിനൊന്നും. അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കണം. കർത്താവ് അഭിനന്ദിക്കും. എന്നാൽ ഈ ലവോദിക്ക സഭയ്ക്ക് അഭിനന്ദനം ഒന്നുമില്ല. അഭിനന്ദിക്കാൻ യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് അഭിനന്ദിച്ചില്ല. എന്നാൽ ആക്ഷേപിക്കേണ്ടവരെ കർത്താവ് ആക്ഷേപിക്കും. ഈ സഭയെ ആക്ഷേപിക്കുന്ന 15-ാം വാക്യം വായിച്ച്, 3:15 ആക്ഷേപം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ. അപ്പൊ ഇത് ആക്ഷേപമാ. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നീ ഒറിജിനൽ പെന്തിക്കോസുമല്ല, എന്ന സമുദായമല്ല, ചൂടുവെള്ളമല്ല, പച്ചവെള്ളമല്ല, പിന്നെയോ വാട്ടവെള്ളം. ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ സഭകളിലാണെങ്കിലും തീർത്ത് കാര്യം പറയുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല, പറയുന്നില്ല. ശീതവാനുമല്ല. ഒരു ഉദാഹരണം വേണേ പറയാം. ഒരു ഉദാഹരണം ഒന്ന് മതിയല്ലോ. ഇപ്പം അടുപ്പയിലിട്ട അരി എല്ലാം പിടിച്ച് ഞെക്കണോ? വേണ്ടല്ലോ. ചോറ് കഴിക്കാനൊക്കെ അല്ല, ഞെക്കി ഊപ്പാട് വരും. ഒരു മണിയാകുമ്പോൾ ഞെക്കാൻ തുടങ്ങിയ 3 അരി ഇട്ടതാ. അതെല്ലാം ഞെക്കി വരുമ്പോൾ 5-5 അപ്പം എല്ലാം ഞെക്കാൻ നേരമില്ല. ഒരെണ്ണം ഞെക്കിയാൽ മതിയല്ലോ. ഒരു ഉദാഹരണം അങ്ങോട്ട് പറയാം. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല.
എടാ, സഭയ്ക്ക് ഒരു തീരുമാനമുണ്ട്. നമ്മുടെ സഭയുടെ ഉപദേശം ഇതാ, അല്ലെ തീരുമാനം ഇതാ, ആഭരണം ഇടാവോ ഇടാൻ മേലെയോ? തീർത്ത് പറ. ഈ വിഷയം വരുമ്പോൾ ശീതവാനുമല്ല. മിണ്ടുന്നില്ലാരും. അല്ല, അച്ഛൻ പറഞ്ഞല്ല, പൊതുവില് എന്തെങ്കിലും ഒന്ന് തീർത്ത് പറ. ഒന്നെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാൻ പാടില്ല. ഇപ്പൊ അങ്ങനല്ലല്ലോ. നേതാക്കന്മാരും പറയും ഇടേണ്ടവർക്ക് ഇടാം, ഇടണ്ടാത്തവർക്ക് ഇടണ്ട. ഞാൻ ഇടുന്നില്ല, എൻ്റെ ഭാര്യ അമ്മിണി നീ ശീതവാനുമല്ല. ഞാൻ ഒരു ഉദാഹരണം അങ്ങോട്ട് തന്നതാ, ഒന്ന് പോരെ? പറ, വേണേ ഇനിയും തരാം. ആട്ടെ. ഇതായിപ്പോ സഭയുടെ സ്ഥിതി. തീർത്തൊരു കാര്യം പറയുന്നില്ലല്ലോ. ഓരോരോ ആചാരങ്ങള് സഭയ്ക്കകത്ത് കൊണ്ടുവരികയല്ലേ, തീർത്ത് പറയുന്നില്ലല്ലോ. എന്നെ എല്ലാരും സ്തംഭിച്ചിരിക്കുന്നേ. ദൈവത്തിന് മഹത്വം. നീ ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. അങ്ങനെ ശീതോഷ്ണവാനായിട്ട് ജീവിച്ചാൽ ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നത്. ഒടുവിൽ നിന്റെ ഗതി എന്നാന്നറിയാമോ? നിന്നെ ഉമിണ്ണ് കളയും. ശീതമല്ലുഷ്ണഭൂമല്ല അതിൻ ഗുണം ഏതെന്നു നിജഭൂമില്ല. ശീതമല്ലുഷ്ണഭൂമല്ല അതിൻ ഗുണം ഏതെന്നു നിജഭൂമിൽ. ഇനിയും നീ വാടിയ ജലം പോലെ, എവിധം ഇനിയും നീ വാടിയ ജലം പോലെ, നാൾ കഴിക്കുകിൽ നിന്നെ ഞാൻ മമ വായിൽ നിന്നു പുറത്തുമിഴ്ന്നിടും. പരമാത്മാവുര ചെയ്യും മൊഴിയല്ല സഭകളും ശ്രമിക്കണം. പരമാത്മാവുര ചെയ്യും മൊഴിയല്ല സഭകളും ശ്രമിക്കണം. ശീതമല്ലുഷ്ണഭൂമല്ല അതിൻ ഗുണം ഏതെന്നു നിജഭൂമില്ല. അപ്പൊ നീ ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. അത് പാടില്ല. അതാണ് ഇവരുടെ ആക്ഷേപം. ഇനി മുന്നറിയിപ്പ്, അതാണ് സൂചിപ്പിച്ചല്ലോ 16-ാമത്തെ വാക്യം. മുന്നറിയിപ്പ് 16. ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും എന്ന് പറഞ്ഞാൽ അത് മുന്നറിയിപ്പ് കൊടുക്കുക. നീ തീർത്ത് കാര്യം പറയാതെ, തീർത്തുപദേശം പറയാതെ, നീ അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ നിന്ന് പെന്തിക്കോസ് ഉപദേശം അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ അപ്പോസ്തലിക ഉപദേശം നീ തീർത്ത് പറയാതെ, ആള് നോക്കി, പണം നോക്കി, പ്രകൃതി നോക്കി, കുടുംബം നോക്കി, ബന്ധം നോക്കി, ബന്ധത നോക്കി, ആൾക്കാരെ നോക്കി നീ യാഞ്ഞും ചരിഞ്ഞുമൊക്കെ നിന്നാൽ, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാതെ നീ പോയാൽ നിന്റെ ഗതികേട് മുന്നറിയിപ്പ് തരിക, നിന്നെ ഉമിണ്ണ് കളയും. അതാ പറ. അതുകൊണ്ട് ഞാൻ ബഹുമാന്യ കർത്തദാസന്മാരോട് പറയാ, ആരെന്തോ പറഞ്ഞോട്ടെ, മറ്റുള്ള അഭിപ്രായം നമുക്ക് വിഷയമല്ല, കാര്യം തീർത്ത് പറഞ്ഞോണം. സ്തോത്രം. അല്ലെങ്കിൽ ഉമിണ്ണ് കളയും ദൈവം. ഇനി നന്നായിട്ട് കർത്താവ് ഇവരെ വിവേചിച്ചു. അതാ 17-ാം വാക്യം വായിച്ച്. വിവേചനം 17-ാം വാക്യം. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും
നഗ്നനും എന്ന് അറിയാതിരിക്കുക. എങ്ങനുണ്ട്? നന്നായിട്ട് കർത്താവ് വിവേചിച്ചു. ഈ സഭ ഇപ്പൊ പറയുന്നോ, ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. ഇപ്പോഴുള്ള സഭ അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? ആമേൻ. ഞങ്ങൾക്ക് ഹാളുണ്ട്, സ്ഥലമുണ്ട്, കൺവെൻഷൻ ഗ്രൗണ്ടുണ്ട്, ആൾക്കാരൊക്കെ വിദേശത്തും സ്വദേശത്തും ഉണ്ട്, കുറച്ച് കുടുംബം ഞങ്ങളുടെ കൂടെ ഉണ്ട്, സ്തോത്രം. പിന്നെ ഇരിക്കുന്ന പാസ്റ്റർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല, വലിയ അല്ലലില്ലാതെ പോകുന്നു. പിന്നെ ഞങ്ങൾക്ക് സഭയ്ക്ക് എല്ലാം ഉണ്ട്, സെമിത്തേരി ഉണ്ട്, ആയിക്കോട്ടെ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പാരീഷ് ഹാള് പണിതുകൊണ്ടിരിക്കുകയാണ്, നല്ല കാര്യം. പിന്നെ ഞങ്ങൾക്ക് സഭയ്ക്ക് ഫണ്ടുണ്ട്, പാസ്റ്റർക്ക് ഞങ്ങൾ കൊടുക്കുക, അല്ലെങ്കിലും ഫണ്ടിനകത്ത് ഞങ്ങൾക്കെല്ലാം ഉണ്ട്, സ്തോത്രം. ഇപ്പം ഞങ്ങൾക്ക് കുടുംബക്കല്ലറ വരെ ഉണ്ട്. വലിയ വലിയ സഭകളിലേക്ക് ഇപ്പോൾ കുടുംബക്കല്ലറയായി ഉണ്ടെന്ന് മിണ്ടുന്നില്ല. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായി, എല്ലാമായി സഭയ്ക്ക്. സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. ഇവര് ഭൗമികമായ വിഷയത്തിൽ സമ്പന്നരായി എന്ന് പറയുമ്പോൾ ഇവരുടെ ആത്മീക ദാരിദ്ര്യം കർത്താവ് എടുത്ത് ചൂണ്ടിക്കാണിക്കുക. നന്നായിട്ട് കർത്താവ് ഇവരെ ഒന്ന് വിവേചിച്ചു. നിന്നെ പോലെ അരിഷ്ടനും കുരുടനും നഗ്നനും വേറൊരുത്തനില്ലെന്നാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭൗതികമായ സമ്പത്ത് അധികം കിട്ടിയില്ലെങ്കിലും അവൻ ആത്മീക സമ്പത്ത് ഉണ്ടായിരിക്കണം. കർത്താവ് നന്നായിട്ട് ഇവരെ വിവേചിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഇനി പ്രബോധനം, അതാണ് 18-ാം വാക്യം. 18-ാം വാക്യം വായിച്ചേ, 3:18. ഇവർക്ക് കൊടുക്കുന്ന ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സ്തോത്രം. ഇതാണ് ഇവർക്ക് പ്രബോധനം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുക, ആരെങ്കിലും ആമ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുക. നീ ഹൃദയത്തിന്റെ വാതിൽ തുറക്ക്, യേശു നിന്റെ ഉള്ളിലേക്ക് വരട്ടെ. യേശുവുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവവുമായുള്ള കൂട്ടായ്മ, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒടുവിൽ പ്രതിഫലം പറഞ്ഞു. അതാണ് നമ്മൾ 20-21 തിരുവെടുത്ത് പഠിക്കുമ്പോൾ ഇവർക്കുള്ള പ്രതിഫലമാണ്. ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞിട്ട് പറയുക, ജയിക്കുന്നവനെ. എന്തിനെയൊക്കെ ജയിക്കണം? നിങ്ങൾ 7 സഭകളിൽ കൂടി ഓടിച്ചൊന്ന് പോയി അനേക കാര്യങ്ങളെ ജയിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് പരാമർശിച്ചങ്ങ് പോകാൻ സമയമാകുന്നല്ലോ. 7 സഭയ്ക്ക് അകത്തൂടെ പോകുമ്പോൾ 7 സഭയ്ക്കും ജയിക്കേണ്ട വിഷയം. 2-ാം അധ്യായത്തിന്റെ 2-3 പഠിക്കുമ്പോൾ കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം. ജയിക്കുന്നവനെയാണല്ലോ കൂടെ ഇരുത്തുന്നത്. അപ്പൊ എന്തിനെയൊക്കെ ജയിക്കണം? 2-ാം അധ്യായത്തിന്റെ 2-3 വായിച്ചു. അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. അപ്പോൾ ശ്രദ്ധിക്കുക, ജയിക്കേണ്ടത് എന്തിനെയൊക്കെ ജയിക്കണം. അവൻ 7 സഭയോട് പറയുമ്പോൾ എന്തിനെയൊക്കെ ജയിക്കണം? 1, കള്ള അപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. ആമേൻ. അപ്പോസ്തലന്റെ ലക്ഷണമുണ്ട്, അപ്പോസ്തലിക ശുശ്രൂഷയുണ്ട്, അപ്പോസ്തലന്റെ വിശേഷതയുണ്ട്. ആരാണ് അപ്പോസ്തലൻ? എന്താണ് അപ്പോസ്തലിക ശുശ്രൂഷ? എന്താണ് അപ്പോസ്തലന്റെ വിശേഷത? ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. അപ്പോസ്തലൻ വചനത്തിൽ തിട്ടമുള്ള ആളായിരിക്കണം. സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ പക്ഷം പിടിച്ച് ഭിന്നിപ്പുണ്ടാക്കരുത്. ഉപദേശപരമായ വിഷയത്തിൽ അറിവുള്ള ആളായിരിക്കണം. ഭൂതത്തെ പുറത്താക്കണം. രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം വരണം. കർത്താവിൻ്റെ വാദപടത്തിലിരിക്കണം. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടുന്ന ലക്ഷണം. ഇതാണ് അപ്പോസ്തലികം. ഉപദേശത്തിൽ തീർത്ത് കാര്യം പറയണം. എന്നാൽ കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് അതിനെ ജയിക്കണം. ദൈവമക്കൾ അത് ജയിക്കണം. ധാരാളം കള്ളയപ്പോസ്തലന്മാരുണ്ട്, അത് കണ്ടുപിടിച്ച് ജയിച്ചോണം. എല്ലാം വിവരിക്കുന്നില്ല. അപ്പൊ ഏതൊക്കെ ജയിക്കണം? 1, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. ഇനി 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചേ, 2:9. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദന്മാർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല. യഹൂദന്മാരെന്ന് പറയുന്നെങ്കിലും യഹൂദന്മാരല്ല. അവരെ കണ്ടുപിടിക്കണം. ചില പറയും ഞങ്ങൾ യഹൂദന്മാരാണ്. യഹൂദന്മാരൊന്നും അല്ല. ചുമ്മാ അങ്ങ് കീർവാണം അടിക്കുക, ഞങ്ങൾ യഹൂദന്മാരാണ്. എന്നോട് അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരാണ്. പറഞ്ഞ ആളിനെ ഞാൻ നോക്കിയപ്പോൾ മറകലം അതിലും വെളുപ്പുണ്ട്. അടുപ്പേ വെക്കുന്ന കലമുണ്ടല്ലോ, മംഗലം, അത് മറകലമെന്നാണ് പറയുന്നത്. ഇതിനതിലും കളറുണ്ട്. ആ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നാൽ ഈ ബെടലത്തരവൊക്കെ മിണ്ടാതിരിക്കണ്ടേ?
പണ്ടൊരു സഭയിൽ ചെന്നപ്പോൾ ഒരമ്മ, ഞങ്ങൾ വേറൊരു കർത്തദാസനും ഉണ്ട്, ഞാനൊന്നും വേണ്ടിയില്ല, അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു. അപ്പം ആൾക്കാരെ കണ്ടപ്പോൾ തള്ള ഇളകിയതാണ്. തള്ള പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരാണ്, ഇന്നിടത്തു നിന്ന് വന്നതാണ്, ഞങ്ങൾ യഹൂദന്മാരാണ്, വിശേഷിച്ച് ഞങ്ങളുടെ വീട്ടുകാർ ബെന്യാമീൻ ഗോത്രക്കാരാ, മുഴുവൻ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന്. എന്നാ ചെയ്യാനാ? പിന്നെ കൂടെയുള്ള ഉപദേശിച്ച് പറഞ്ഞു, ഈ തള്ളയ്ക്ക് വിവരം ഉണ്ടെന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയത്, ഇപ്പം മനസ്സിലായി ആ കാശിന് വിവരമില്ലെന്ന് പിടികെട്ടിയെന്ന് മറ്റേ ഉപദേശികൾ പറഞ്ഞു. ചുമ്മാ അങ്ങ് പറയാ യഹൂദന്മാരാണ്. നമ്മുടെ ഇടയിലും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, ഞങ്ങൾ യഹൂദന്മാരാണ്, അവരെ ജയിച്ചോണേ. സ്തോത്രം. അതാണ് ഈ കള്ള യഹൂദന്മാരെന്ന് കളവായി പറയുന്ന ആൾക്കാരെ ജയിക്കണം. ഇനി മൂന്നാമത് ബിലിയാമിന്റെ ഉപദേശത്തെ ജയിക്കണം. 2:14. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം, അതിന് ദൈവമക്കൾ ജയിക്കണം. ഒറ്റവാക്കി പറയാം, ബിലിയാമിന്റെ ഉപദേശം ഇതാ. ആമേൻ, സ്തോത്രം. അന്യജാതിക്കുന്ന വിവാഹം കഴിക്കുന്നൊന്നും കുഴപ്പമില്ലെന്നുള്ളതാ ബിലിയാമിന്റെ ഉപദേശം. ഞാൻ പെന്തിക്കോസുകാരോട് പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശ് കെടുക്കുന്ന നീ ഈ വിധ അനുഭവത്തിൽപ്പെട്ട വ്യക്തിയുമായി ബന്ധത കൂടാനേ പ്രമാണമുള്ളൂ. ഇപ്പം പൊതുവിൽ അത്ര പറയാനൊക്കെ ഉള്ളു. നന്നായിട്ട് ഉപദേശം പഠിച്ച് ബിലിയാമിൻ്റെ ഉപദേശത്തെ ജയിക്കണം. അടുത്തത് നിക്കലോവിയ ഉപദേശത്തെ ജയിക്കണം. 2:15. നാലാമത്തത് നിക്കലോവിയ ഉപദേശം. വായിച്ചേ 2:15. അവണ്യം നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. നിക്കലോവിയ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്ക് ഉണ്ട്. നിക്കലോവിയ ഉപദേശത്തെ ജയിക്കണം. മേശമേൽ ശുശ്രൂഷിപ്പാൻ തെരഞ്ഞെടുത്ത 7 പേരിൽ ഒരുത്തനാണ് നിക്കലോവാസ്. അവൻ പിന്നത്തേതിൽ ദുരുപദേശം പഠിപ്പിച്ചു. അവൻ ദുരുപദേശം പഠിപ്പിച്ചത് ഇതാ, ശരീരം കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആത്മാവ് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. ശരീരം കൊണ്ട് എന്ത് പാപം ചെയ്താലും ഒരു കുഴപ്പം, പുക വലിക്കുക, മ്ലേച്ഛത കാണിക്കുക, പിന്നെ കള്ളു കുടിക്കുക, പാപപ്രകൃതികൾ ഏർപ്പെടാൻ, ശരീരം കൊണ്ട് എന്തും ചെയ്യാം. ഈ ശരീരം അങ്ങ് ചെല്ലുന്നില്ലല്ലോ, ആത്മാവല്ലേ ചെല്ലുന്നേ. അതാ നിക്കലോവിയ ഉപദേശം. അതിനെ ജയിക്കണം. സ്തോത്രം. 5 ഇസബേലിന്റെ ഉപദേശത്തെ, ഇസബേലിന്റെ ശക്തിയെ ജയിക്കണം. 2:20 വായിച്ചേ. 2:20. എങ്കിലും ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും. അമ്മാമ്മയുടെ തൊഴിൽ എന്നാന്നറിയാമോ? ദുർനടപ്പാചരിക്കുക, വിഗ്രഹാർപ്പിതം തിന്നുക, പിന്നെ എന്റെ ദാസന്മാരെ, കർത്താവിന്റെ ദാസന്മാരെ. അമ്മാമ്മയുടെ പ്രകൃതി പാസ്റ്റർമാർക്ക് അമ്മാമ്മ ക്ലാസ് എടുത്ത് കളയും. ആമേൻ, സ്തോത്രം. തെറ്റിച്ച് കളയുകയും ചെയ്യും. ക്ലാസ് എടുക്കും, തെറ്റിക്കുകയും ചെയ്യും. ഇസബേൽ സ്ത്രീ. ഞാൻ പറയാറുണ്ട്, സഹോദരിമാര് പ്രസംഗിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പാസ്റ്റർമാരെ, ദൈവദാസന്മാർക്ക് ക്ലാസ് എടുക്കരുത്. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞ് പാസ്റ്റർമാരോട്ടോ സ്തുതിച്ചാട്ടെ, പേടിച്ചാ ഇല്ല, തളച്ച് വല്ലതും വിളിച്ചു പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എന്റെ ദാസന്മാരെ ഉപദേശിക്കുന്നെന്നാ. അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചോ, ശരിക്കൊന്ന് കേക്കട്ടെ. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് പ്രവാചക എല്ലാരും പറയുന്നില്ല, തന്നെ അങ്ങ് പറഞ്ഞു നടക്കാൻ ഞാൻ പ്രവാചകനും ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും പാസ്റ്റർമാർക്ക് ക്ലാസ് എടുത്ത് കളയും, തെറ്റിച്ചും കളയും, ഉപദേശം പഠിപ്പിക്കുക. സ്തോത്രം. അവളെ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാം. എന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. അത് പാടില്ലെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഉപദേശിപ്പാൻ ഞാൻ അനുവദിക്കുന്നില്ലെന്നാ പൗലോസും ലേഖനത്തിൽ. സ്തോത്രം. ആട്ടെ, ഇപ്പം അത്രോ പറയുന്നുള്ളൂ. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ള ശക്തികളെ ജയിക്കണം. സ്തോത്രം. ആരാ? സാത്താന്റെ ആഴത്തെ ജയിക്കണം. 2:24 വായിച്ചേ. സാത്താന്റെ ആഴത്തെ ജയിക്കണം. ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയദ്രയിലെ ശേഷം സാത്താന്റെ ആഴങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ സാത്താന്റെ ആഴത്തെ ജയിക്കണം. ഇനി 7 സാത്താൻ പള്ളിക്കാരെ ജയിക്കണം. 3:9 സാത്താന്റെ പള്ളിക്കാരെ ജയിക്കണം.
യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് സാത്താന്റെ അപ്പൊ 7 കൂട്ടം കാര്യത്തെ ജയിക്കണം. ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് ഇനി തെറ്റിദ്ധാരണ വരാതിരിക്കാൻ പറയാ, സഹോദരിമാര് പ്രസംഗിക്കരുതെന്നോ സുവിശേഷം അറിയിക്കരുതെന്നല്ല വാദം. ദൈവദാസന്മാരെയും സഭയുടെ നടത്തിപ്പുകാരെയും ഉപദേശിക്കണ്ട, അവർക്ക് സുവിശേഷം പറയാം. ആരോടും സുവിശേഷം പറയാം, എവിടെയും സുവിശേഷം പറയാം. പക്ഷേ ദൈവദാസന്മാരെയും സഭയുടെ നടത്തിപ്പുകാരെയും ഒന്നും ഉപദേശിക്കരുത്. ഇത് ചില പെണ്ണുങ്ങളുണ്ട്, സ്തുതിച്ചാട്ടെ പാസ്റ്റർ സ്തുതിച്ചാട്ടെ, പാസ്റ്റർ വായിച്ചാട്ടെ. പെണ്ണുങ്ങൾ വായിക്കണമെങ്കിൽ വേറെ പെണ്ണുങ്ങളെ കൊണ്ടുവരണം. മിണ്ടുന്നില്ല. സ്തോത്രം. പാസ്റ്റർമാരെ അല്ല. എന്നെ ഡൗട്ട് വല്ലതും ഉണ്ടോ? ആ, സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവദാസന്മാരെ ഉപദേശിക്കരുത്. സുവിശേഷം പറയാം, എവിടെയും പ്രസംഗിക്കാം, യേശുവിനെ ഉയർത്താം, യേശുവിനെ സുവിശേഷിക്കാം. അതാണ് വേദപുസ്തകത്തിന്റെ പ്രമാണം. എനിക്ക് ചിലരെ അറിയാം, പാസ്റ്റർമാരെ ക്ലാസ് എടുക്കുകയും പാസ്റ്റർമാരെ ഉപദേശിക്കുകയും പാസ്റ്റർമാരെ ചിലരെ ആക്ഷേപിക്കുകയും ചെയ്യും പെണ്ണുങ്ങൾ. അത് പാടില്ല. സുവിശേഷം അറിയിക്കാം. അനേക സഹോദരിമാർ യേശുവിനെ ഉയർത്തുന്നു, പരസ്യയോഗം നടത്തുന്നു, അവരെ അഭിനന്ദിക്കുന്നു, കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു. സുവിശേഷം പറയട്ടെ, യേശുവിനെ ഉയർത്തട്ടെ. പാപമോചനം, രക്ഷ, നിത്യരക്ഷ, നിത്യ നരകം, നിത്യ സ്വർഗം, അതിനെപ്പറ്റി നന്നായിട്ട് പറയട്ടെ. പക്ഷേ എൻ്റെ ദാസന്മാരെ ഉപദേശിപ്പാൻ അനുവദിക്കുന്നില്ലെന്ന പുസ്തകത്തിലെ പ്രമാണം. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ദൈവമക്കൾ ജയിക്കണം. നമ്മൾ എടുത്ത ഭാഗത്തോട് ചേർന്ന് പെട്ടെന്ന് അങ്ങ് നിർത്താം. ഇവിടെ ലവോദിക്ക സഭയോട് പറയുക, ജയിക്കുന്നവനെ. ലവോദിക്ക സഭ എന്തിനെയൊക്കെ ജയിക്കണം? ഞാൻ വായിപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് നിർത്താം. 1, ആമേൻ, പ്രവർത്തികളെ മുഴുവൻ ജയിക്കണം. അതാണ് 14-15 വാക്യത്തിൽ പ്രവർത്തികളെ ജയിക്കണം. എല്ലാം വിവരിക്കുന്നില്ല. 2, ആത്മീക ദാരിദ്ര്യത്തെ ജയിക്കണം. 3, സ്വയപ്രശംസയെ ജയിക്കണം. ഈ 3 കാര്യത്തെ ശക്തമായി ജയിക്കണം. അതിൽ 2ാമത്തെ കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ആത്മീക ദാരിദ്ര്യത്തെ ലവോദിക്ക സഭ ജയിക്കണം. 17ാമത്തെ വാക്യം വായിക്കാം. 17ാം വാക്യം 3:17. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, നിനക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ചപ്പോൾ. അപ്പൊ ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താ, ദൈവമക്കൾ സമ്പന്നരായി തീരണം. എന്തിലൊക്കെ സമ്പന്നരാകണം? 1, ദൈവ വിഷയമായി സമ്പന്നരാകണം. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവെഴുത്തിൽ കർത്താവ് പറയുക, ദൈവ വിഷയമായി സമ്പന്നരാകണം. നീ ആത്മിക വിഷയത്തിൽ സമ്പന്നരാകണം. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വചനധ്യാനത്തിൽ, രഹസ്യ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, വചനധ്യാനത്തിൽ, ശുശ്രൂഷയിൽ, ആത്മിക വിഷയത്തിൽ ഒരു ദൈവവൈതൽ സമ്പന്നരായി തീരണം. സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല. 2, വിശ്വാസത്തിൽ സമ്പന്നരാകണം. ഇന്ന് രാത്രി വിശ്വാസത്തിൽ ദൈവമക്കൾ സമ്പന്നരാകണം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ യാക്കോബ് കാര്യം പരാമർശിക്കുന്നുണ്ടല്ലോ, വിശ്വാസത്തിൽ സമ്പന്നരാകണം. ഒന്ന് വായിച്ച് സഹായിക്കാമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. യാക്കോബിന്റെ ലേഖനം 2-5. പ്രമാണമില്ലാതെ ന്യായരഹിതമായി 2:5. പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസ സമ്പന്നരും തന്നെ. പ്രിയമുള്ളവരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കണം. മതി. ലോകത്തിൽ ദരിദ്രരാ, പക്ഷെ വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കണം. ലോകം നിന്നെ നോക്കുമ്പോൾ വലിയ വീടോ ചുറ്റുപാടോ വണ്ടിയോ പത്രാസോ പ്രൗഢിയോ ഫിക്സഡ് ഡിപ്പോസിറ്റോ എസ്റ്റേറ്റോ തോട്ടമോ ഒന്നും കണ്ടെന്ന് വരികയില്ല. ചിലപ്പോൾ ഒരു നല്ല സാരി പോലും നിനക്ക് കാണുകയില്ല, ഒരു നല്ല ഷർട്ട് പോലും കണ്ടെന്ന് വരികയില്ല, ഒരു സൈക്കിൾ പോലും നിനക്ക് കണ്ടെന്ന് വരികയില്ല. ആമ ലോകത്തിൽ ദരിദ്രരാ, പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരാകണം.
ലോകത്തിൽ സമ്പന്നതയുള്ള അനേകർ വിശ്വാസത്തിൽ ദരിദ്രരാ. എന്നാൽ ലോകത്തിൽ ദരിദ്രരായി ജീവിക്കുന്ന അനേക ദൈവമക്കൾ വിശ്വാസത്തിൽ സമ്പന്നരാ. ഇന്ന് രാത്രി വിശ്വാസത്തിൽ സമ്പന്നരാകണം. സ്തോത്രം. ഒന്ന്, ദൈവ വിഷയമായി സമ്പന്നരാകണം. രണ്ട്, വിശ്വാസത്തിൽ സമ്പന്നരാകണം. ഒരു വാക്കുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. മൂന്ന്, സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6:17-18 വായിച്ച് ഇന്ന് രാത്രി നമുക്കങ്ങ് നിർത്താം. കർത്താവിന്റെ മഹത്വം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 17-18 തിരുവെടുത്തുകൊള്ളൊന്ന് വായിച്ചൊന്ന് സഹായിച്ചാട്ടെ. മൈക്ക് കൊണ്ടൊന്ന് വായിക്കാക്കി. താൻ മാത്രം അമൃതയുള്ളവനും വായിച്ചോ. 17-18 വായിച്ചോ. 6-ാം അധ്യായത്തിന്റെ 17-18. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്പ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി മതി. നമ്മുടെ ആത്മീക ദാരിദ്ര്യമെല്ലാം മാറി ഒന്ന്, ദൈവ വിഷയമായി സമ്പന്നരാകണം. രണ്ട്, നാം വിശ്വാസത്തിൽ സമ്പന്നരാകണം. മൂന്ന്, സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം. ഞാനൊരു കാര്യം പറഞ്ഞങ്ങ് നിർത്തുക. ദൈവമക്കൾ സൽപ്രവർത്തികൾ ചെയ്യണം. സൽപ്രവർത്തി ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാനല്ല, എന്നാൽ സ്വർഗത്തിൽ പോകാനുള്ളവര് സൽപ്രവർത്തി ചെയ്തേ ഒക്കൂ. സൽപ്രവർത്തികൾ ചെയ്ത് സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ മരണം വരെ, അല്ലെ കാഹളത്തിന്റെ ശബ്ദം വരെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നീ സൽപ്രവർത്തി ചെയ്യണം. 1-2 സൽപ്രവർത്തി ചെയ്ത് പരുവക്കേടാകുകയല്ല. ഓരോ ദിവസവും അവസരം ലഭിക്കുമ്പോഴെല്ലാം സൽപ്രവർത്തി ചെയ്ത് സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം. വേണ്ടേ? കൈ അറത്താ ഉപ്പ് തേക്കുകയല്ല. എന്തോ ചെയ്യും? ഞാൻ എപ്പോഴും പറയും, രാവിലെ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ, ഭിക്ഷക്കാരനോ വഴിപോക്കനോ അതിഥിയോ ആരെങ്കിലും ആകട്ടെ, നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നാട്ടുനടപ്പനുസരിച്ച് ഒരു ചായ കൊടുക്കുക എന്നുള്ളത് മര്യാദയാണ്. ചായക്ക് പാലില്ലെങ്കിൽ കട്ടൻ കാപ്പി ഇല്ലേ തേയില വെള്ളം, ഇത് രണ്ടും അതിന് വകുപ്പില്ലെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം. ഇനി ചൂടുവെള്ളം തിളപ്പിക്കാൻ ഇപ്പം ഗ്യാസൊക്കെ ആണല്ലോ, അതിന് പൊത്താനുമില്ല, ഗ്യാസുമില്ല, ഇച്ചിരി പച്ചവെള്ളം ആണെങ്കിലും കൊടുക്കണം. വേണ്ടേ? അവൻ 3/4 മണിക്കൂർ എന്ന് വർത്താനം പറഞ്ഞാലും ചായ കുടിച്ചോന്ന് പോലും. പിന്നെ പോകാൻ നേരത്ത് പറയും, ചായ വേണോ, ചായ എടുക്കട്ടെ. മിണ്ടുന്നില്ലല്ലോ ആരും. ഉച്ച സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ ഉള്ളതിൻ്റെ വിഹിതം, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇണങ്ങിയാലും പിണങ്ങിയാലും ഒരു കാര്യം പറയാം. സ്തോത്രം. രാവിലെ ഒരാൾ വന്നാൽ ആദ്യം ചോദിക്കേണ്ടത്, എന്തെങ്കിലും കഴിക്കാം ഉണ്ടെങ്കിൽ അത് പറയണം, എന്നിട്ടേ വർത്താനം തുടങ്ങാവൂ. ഉണർവെല്ലാം പോയല്ലോ. ഉച്ച സമയത്താണ് വരുന്നെങ്കിൽ വർത്താനമല്ല, ആദ്യം വന്നാട്ടെ വല്ലതും കഴിക്കാം. കഴിച്ചേച്ചാ വന്നെങ്കിൽ അവർ പറയുമോ, വേണ്ട ഞാൻ കഴിച്ചേച്ചാ വന്നേ. ഇല്ലെങ്കിൽ ഉള്ളത് മതി. ചിലപ്പോൾ കൂട്ടാനൊന്നും കാണുകയില്ല, ഒരു അച്ചാറേ ഉള്ള മതി, എന്നാൽ ഇത് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഉത്തരവാദിത്വം. കൊടുക്കണം. ഒരാൾ വസ്ത്രമില്ലാതെ പ്രയാസപ്പെടുന്നു, നമുക്കുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കണം. വേണ്ടേ? ഞാനാണ് എല്ലാവരും വള്ളം മുങ്ങിയതുപോലെ സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ഗുണമുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം. നമ്മുടെ കഴിവനുസരിച്ച് അങ്ങനെയുള്ളവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. സൽപ്രവൃത്തി സ്വർഗത്തിൽ പോകാനല്ല, പക്ഷെ സ്വർഗത്തിൽ പോകുന്നവർ സൽപ്രവൃത്തികളിൽ സമ്പന്നരായി തീരണം. ദൈവം നമ്മെ നോക്കുമ്പോൾ ഈ വിധ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷ അതിന് ഉതകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. ജയിക്കുന്നവനെ തന്നോട് കൂടെ ഇരുത്തും.
ദൈവത്തിന് മഹത്വം. ഈ ദിവസങ്ങളിൽ പാപത്തെയും ലോകത്തെയും ജയിച്ച് ഒരു ജയജീവിതം നയിക്കുക. എൻ്റെ വാക്കുകൾ നിർത്തുക. ജയിക്കാനുള്ള മാർഗം എന്നാന്ന് പറഞ്ഞങ്ങ് നിർത്താം. പാസ്റ്റർ, എനിക്ക് ജയിക്കണമെന്നുണ്ട്. പല വിഷയത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുക, പല വിഷയത്തിൽ ഞാൻ തോറ്റിരിക്കുക. എൻ്റെ ജീവിതം പരാജയമാ, എൻ്റെ കുടുംബജീവിതം പരാജയമാ, എൻ്റെ വ്യക്തിപരമായ ജീവിതം പരാജയമാ, ഞാൻ തോറ്റിരിക്കുക. എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജയിക്കാനുള്ള മാർഗമല്ല, ഒറ്റ വാക്ക് പറയാം, ജയിക്കാനുള്ള ഒരേ ഒരു മാർഗം പറയാം, ജയിച്ചവൻ്റെ കൂടെ നിന്നോണം. ആരാ ജയിച്ചവൻ? ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് എന്തിനെയൊക്കെ ജയിച്ചു? എല്ലാത്തിനെയും ജയിച്ച ഒരുവൻ യേശു. പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, പരീക്ഷകളെ ജയിച്ചു, ഒടുവിൽ അവിടുന്ന് മരണത്തെയും ജയിച്ചു. ഇന്ന് രാത്രി അവിടുന്ന് മരണത്തെയും ജയിച്ചു. മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ച് മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെയും നിങ്ങളെയും രക്ഷിച്ച് മരണത്തെ ജയിച്ച് ജയഭേരി മുടക്കിയ ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. ആ ജയാളിയാകുന്ന യേശുവിൻ്റെ കൂടെ നീ നിന്നാൽ നിനക്കും ജയമാ. ആ ജയാളിയാകുന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, ആ ജയാളിയാകുന്ന യേശുവിനെ സേവിച്ച്, ആ ജയാളിയാകുന്ന യേശുവിനോട് കൂടെ നടന്ന് അവൻ മുൻപോട്ട് പോയാൽ നിന്റെ ജീവിതം ജയമാ, നിന്റെ കുടുംബജീവിതം ജയമാ, നിന്റെ വ്യക്തിപരമായ ജീവിതം ജയമാ. ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു ക്രിസ്തു. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ.